ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ഏറയിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യേണ്ട സമയമാണ്. സാധാരണ നമ്മൾ ഈ അവസരം എന്ന് പറയുമ്പോൾ പടത്തിൻ്റെ പ്രൊമോഷൻസിന് സിനിമ നമ്മളോട് സംസാരിക്കാൻ, ആ സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ടെലിവിഷൻ ഇൻ്റർവ്യൂസിലൊക്കെ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂജൻ ആളാണ് ഇദ്ദേഹം. പത്തനാപുരത്ത് നിന്നാണ് വരുന്നത്. ഇദ്ദേഹം ഒരു ജ്യോത്സ്യനാണ്. അതായത് നർമ്മത്തിലൂടെ പിന്നെ ലോജിക്കുകളിലൂടെ വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു ന്യൂജൻ ജ്യോത്സ്യൻ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ഏറയിലേക്ക് ലെറ്റ്സ് വെൽക്കം ഹരി പത്തനാപുരം. ഒത്തിരി സന്തോഷം. 12 വർഷമായിട്ട് പരിചയമുള്ള ആളാണ് എനിക്ക് ഹരിച്ചേട്ടൻ. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇപ്പോഴാണ് ഹരിച്ചേട്ടന് ആസ് ആൻ ആങ്കർ ഒരു ഇൻട്രോ പറയാൻ ഒരു അവസരം കിട്ടുന്നത്. തിരക്കേട് ഞങ്ങൾ 12 വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് അല്ലേ ജീവയും. അതെ, ഞങ്ങൾ യാത്രകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ വലിയ ആളായി, തിരക്കുള്ള ആളായി. അല്ല, ജീവ 12 വർഷമായി എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ആശ്വാസത്തിന് പുള്ളിനെ സമീപിച്ചിട്ടുണ്ട്? എനിക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. അവന് സമാധാനമാണല്ലോ ഫുള്ള്. ഈ അസുലഭ നിമിഷത്തില് ഇത് യഥാർത്ഥത്തിൽ ഹരിച്ചേട്ടന്റെ മോശ സമയമാണോ അതോ ജീവയുടെ നല്ല സമയമാണോ? അത് ഇപ്പൊ ഇത് എന്റെ മാത്രമല്ല, കളക്റ്റീവ് കാര്യമായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ളൊരു ഷോയിലായിരുന്നെങ്കിൽ ഹരിച്ചേട്ടൻ എന്നെ മാത്രമല്ലേ. ഞങ്ങൾക്ക് 12 വർഷത്തെ പരിചയമൊന്നുമില്ല. ശരിക്കും ജീവയെ പറ്റി പറയാനുള്ളത് അന്ന് ഉള്ള അതേ പ്രായം കൂടുന്നില്ല. ഇവൻ അന്ന് എങ്ങനെ കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുകയാണുള്ളത്. കലാമേഖലയിൽ എന്റെ ഈ ബോഡിയാ അങ്ങനെയൊക്കെ പറയണമെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഓക്കെ. അല്ല, ഇവന് കലാമേഖലയിൽ അവന് നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ. അതെ അതെ, കലാമേഖലയിൽ നല്ല വളർച്ചയാണ്. അത് നേരത്തെ വല്ലതും പ്രവചിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഇത്തരം ടോപ്പിക്കൊന്നും സംസാരിക്കാറില്ല. അവന്റെ പ്രണയമൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു ഞങ്ങളെ യാത്രകളൊക്കെ പോകുമ്പോ. ഇവന്റെ കല്യാണത്തിന് ശേഷം ഉള്ളതാണോ? അല്ല, കല്യാണത്തിന് മുമ്പേ തന്നെ ഉള്ള. കല്യാണത്തിന് ശേഷം പറയാൻ എനിക്ക് ഹരിച്ചേട്ടനെ കിട്ടിയിട്ടില്ല. അപ്പോഴത്തേക്ക് ഹരിച്ചേട്ടൻ വലിയ ആളായി അവിടുന്ന് പോയി. സോറി, ഞാൻ അവിടുന്ന് പോയി. ഈ കല്യാണ സമയത്ത് സമയം നോക്കാൻ വന്നിരുന്നു? എന്നിട്ട് കല്യാണം കഴിച്ച സമയത്ത് പ്രേമിച്ചിട്ടെങ്ങാണ് കല്യാണം കഴിക്കണോ നോക്കാറിന്റെ അടുത്ത് വന്നാൽ ഞാൻ ഓടിച്ചിട്ട് അടിക്കില്ല. നമുക്ക് 3-4 തമാശകൾ അങ്ങോട്ട് ഇരുന്ന് കേട്ടിട്ട് മനസ്സൊന്ന് കൂളാക്കിയാലോ? കുറച്ചു നേരം ഇരുന്ന് സമാധാനത്തോടെ സ്കിറ്റൊക്കെ കേട്ട് ചിരിക്കുക. ഒരുപാട് സന്തോഷം ഫ്ലവേഴ്സ് കുടുംബത്തിന്റെ ഒരു അംഗമാകാൻ കഴിഞ്ഞതിൽ. അപ്പം നമുക്കെല്ലാവർക്കും കൂടി രസകരമായി മുന്നോട്ട് പോവാം. തീർച്ചയായിട്ടും. ഒരിക്കൽ കൂടെ ഹരി പത്തനാപുരം ചേട്ടന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്ലീസ് അങ്ങോട്ടിരുന്നാട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ റെഡി. ടീം റെഡിയാണ്. ശ്യാമുണ്ട്, രാജേട്ടനുണ്ട്, കൂടെ ബിജു പൊഴി. ഒരു നല്ല കൈഡി. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. ഇത് സൈക്കിളിന് സ്റ്റാൻഡും ഇല്ല, വർക്കും ചെയ്ത് എന്തോ ചെയ്യാനാണ്. ഒന്ന് വരാം നീ വന്നപ്പാ. നാണിക്കണ്ട, എനിക്കാണോ എനിക്കെന്നെ നാണിക്കണം. സൈക്കിളേ ഇത് സ്റ്റാൻഡ് വർക്ക് ചെയ്യത്തില്ല. അത് പിടിയാണ് ഞാൻ മുണ്ടിരിഞ്ഞു പോയതാ. എന്തോ പറയാ. പിന്നെ ഇതെന്തോന്നറിയോ? ഇൻസ്റ്റാൾമെന്റ് എന്തെങ്കിലും പരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇൻസ്റ്റാൾമെന്റ് രാജമാണ് പറഞ്ഞ. അല്ല, എനിക്കറിയില്ല. എടാ, ഇത് പെട്ടി. അതായത് ഞാനിവിടെ താമസിക്കുന്ന കേസ് അറിയാലോ. അറിയാം. എന്റെ പെങ്ങളും മൂത്ത പെങ്ങളും ജഗദമ്മയും അളിയനുമായിട്ട് അങ്ങനെ താമസിക്കുന്ന കേസ് അറിയാലോ. അറിയാം. അവർക്കൊരു മോളുള്ള അറിയാവോ? മാളു. നേഴ്സിംഗിന് പഠിച്ചേ. സെന്റ് തോമസ് നേഴ്സിംഗ് പഠിച്ചേ. പുള്ളിക്ക് അറിയാൻ കേട്ടോ. നമ്മളെക്കാട്ടി തിട്ടോ അത് പുള്ളിക്കാ. ഞങ്ങളെ ആരും പുള്ളിക്ക് അറിഞ്ഞൂടാ. മോഡ കേസ് അറിയാം അല്ലേ? അവളിപ്പോ അങ്ങനെ നേഴ്സിംഗിന് പഠിച്ചു. എന്നിട്ട് അവള് നേരെ ഗൾഫിൽ പോയി, ദുബായിലാ. കാരണം ഇവ പെങ്ങടെ മോളാണേലും എൻ്റെ സ്വന്തം മോളെ പോലെ ആട്ടോ ഞാൻ അവളെ കരുതുന്നത്. കാരണം ഞാൻ അതുകൊണ്ടാണ് കല്യാണം പോലും കഴിക്കാതെ ഇത്രയും പ്രായമായിട്ട് നിൽക്കുന്നത്. കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്കൊരു കുട്ടി ഉണ്ടായാൽ സ്നേഹം നേരെ ചിലപ്പോൾ അവളിലേക്ക് പകുത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രം എനിക്ക് അവൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുവാൻ. എൻ്റെ ചോര നീരാക്കി ഞാൻ അവൾക്ക് വേണ്ടി ജീവിക്കും. അങ്ങനെയുള്ള എന്തോ ബുദ്ധിമുട്ടുണ്ടോ, തിരക്കുണ്ടോ അതോ? അപ്പോൾ അങ്ങനെ അവൾ ഗൾഫിൽ പോയിട്ട് 2 വർഷമാവുന്നു. ഈ 2 വർഷത്തിനിടയ്ക്ക് അവൾ ആദ്യമായിട്ട് അവിടെ നിന്ന് ഇച്ചിരി സാധനം ഗൾഫിൽ നിന്ന് കയറ്റി വിട്ടേക്കുക. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, മാമ ഗൾഫിൽ നിന്ന് വരും, അപ്പോൾ സാധനം കൊടുത്തു വിടും, എന്തോ വേണമെന്ന് എന്നോട് ചോദിച്ചു. ഒന്നുകൂടെ ചെയ്യാതെ ഒന്നുകൂടെ അല്ലൊരു മെയിൻ കണ്ടന്റ് അതാണ്. അപ്പൊ എന്നോട് അവള് ചോദിച്ചു എന്തോ വേണം ഗൾഫിൽ നിന്ന് മാമനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു സാധനം എനിക്ക് വേണ്ട. കാരണം എനിക്ക് എന്നെ കണ്ടാൽ മതി. കാരണം 2 വർഷമായാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട് എനിക്ക് അവളെ കണ്ടാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. അതേ തന്നെ നമ്മൾ ഈ ഗൾഫ് സാധനം കാണാറൊക്കെ വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു സാധനം വേണ്ട, വേറെ ആർക്കാന്ന് വെച്ചാൽ കൊടുത്തു വിടാൻ പറഞ്ഞ് അങ്ങനെ കയറ്റി വിട്ടേക്കുക. അപ്പൊ ആ പെട്ടി ഞാനിപ്പോൾ അവിടെ വന്നേ. അവിടെ ആഫീസ് വന്ന് ജംഗ്ഷനിൽ അവർ കൊണ്ടുവന്നപ്പോൾ അവരെ നിർത്തോണ്ട് വരുവാ ഞാൻ കേട്ടോ. അപ്പൊ എന്നാ വിട്ടേ ഒരു കാര്യം ഇനിയിപ്പോ എന്തിനാ കറങ്ങിയിരിക്കുന്നത്? അല്ലല്ല അതങ്ങനെ ഈ ഗൾഫിൽ നിന്ന് വന്ന പെട്ടി
ആരെങ്കിലും ഗൾഫുകാർ വരുമ്പോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരും. ഞാൻ വെറുതെ എടാ നിന്നെ എനിക്കറിയാം. ആ ബിജുവിന്റെ കൂട്ടുകാരനല്ലേ നീ? അല്ല അല്ലല്ലല്ല. ടിനിടോമിന്റെ കൂട്ടുകാരനാ. ഗൾഫിലുള്ള ബിജുവിന്റെ കൂട്ടുകാരനാ. ഞാൻ അറിഞ്ഞു, ബിജു എന്നോട് പറഞ്ഞു, ജവൻ ബിജുവിനെ ഗൾഫിലോട്ട് വിളിച്ചു പറഞ്ഞേക്കുവാ, അളിയാ നീ ലീവിന് വരുമ്പോ ലിക്കർ കൊണ്ടുവരണേ അളിയാന്ന്. എടാ നിക്കർ പോലും ഇടാതെ ആ പാവപ്പെട്ടവനോട് കിടന്ന് കട്ടപ്പെടണ്ട. അപ്പോഴാണ് നിന്റെ ലിക്കർ ഇതാ എന്തായാലും കൊണ്ടുവന്നാ പറഞ്ഞേ. മുരളിയേ പെട്ടിയും കൊണ്ട് വന്നാ. ചേച്ചി വാ. മൂത്ത പെങ്ങളാ ജഗദമ്മ. കല്യാണം കഴിച്ച് വിട്ടിട്ട് അവിടെ ചെന്ന് 2 വട്ടം കഴിയുമ്പം ഭർത്താവിന്റെ ചിട്ടി കമ്പനി അങ്ങ് പൊട്ടിച്ചു. 8 നില പൊട്ടിച്ചു. എന്നിട്ട് പെരുവഴി നിൽക്കുമായിരുന്നു. എന്നിട്ട് ആ കോരത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴവിടെ അക്കര ഈ പെട്ടി അങ്ങോട്ട് പിടി. മുരളി മോള് എന്ത് ചെയ്യണ്ട? മുരളി മൂളാൻ പറഞ്ഞു. മൂളി ഇനിയും മൂളും. എടാ മൂളാനല്ല, പിന്നെ മാള് വിളിക്കണം. സ്റ്റാൻഡിനകത്തോണ്ട് പെട്ടി പിടി. മോളെ കിട്ടി. മാമൻ ജംഗ്ഷനിൽ പോയി മാമൻ എടുത്തോണ്ട് വന്നു. സൈക്കിളെ. ഇല്ല വേണ്ട ഒരു സാധനം വേണ്ട. മാമന് ഒന്നും വേണ്ട. എനിക്ക് എന്റെ പൊന്നിനെ കണ്ടാൽ മതി. നീ അറബിയോട് പറഞ്ഞല്ലെങ്കിൽ എങ്ങനെയല്ലേ കയറി വരാമോ? നീ ഫ്ലൈറ്റിന്റെ ആ ചിറകെ കയറിയിരുന്നെങ്കിൽ ഇങ്ങ് പോരെ. എനിക്ക് മതി. എനിക്ക് ഒരു സാധനം വേണ്ട. ഞാൻ അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നിന്റെ അമ്മയായി നിന്റെ അച്ഛനായി അവിടുന്ന് കൊടുത്തുവിട്ട പെട്ടിയായി. എനിക്ക് വേണ്ട. എന്റെ ചക്കരമുത്ത് വന്നാ മതി. ഉമ്മ ചേച്ചി അളിയനെ വിടി. അളിയൻ കാപ്പി കുടിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ ഹാങ് ഓവറില്ല. ഹാങ്ങോവറോ? ഈ ഹാങ് ഓവറൊക്കെ ചേട്ടന് എന്ന് തീരുവെന്തോ? തീരും. ഇനിയിപ്പോ അവള് ഗൾഫിൽ നിന്ന് വരത്തില്ലേ? അപ്പൊ എന്റെ മിച്ചമുള്ള 2 കിഡ്നി കൂടെ ഞാൻ വിറ്റ് അവിടെ കല്യാണം ഞാൻ നടത്തും. അപ്പൊ അവന്റെ ഹാങ് ഓവർ മാറും കേട്ടോ. ചിട്ടി കമ്പനിയും പൊട്ടി എന്റെ ഹാങ് ഓവർ വെച്ചോണ്ട് ഇപ്പൊ പെരക്കാതെ കയറി. ഇതൊക്കെ എന്റെ കുഞ്ഞാങ്ങളൊക്കെ എങ്ങനെ മനസ്സിലായി? ഈ ചിട്ടി കമ്പനി നീ അതിലൂടെ പൊട്ടിച്ചിട്ട് പെരുവഴി നിന്നല്ലോ, വീടും കൂടി ഇല്ലാതെ. അപ്പൊ എന്റെ പേരിലുള്ള ഈ വീട്ടിലോട്ട് 2 കൂടെ ഞാൻ വിളിച്ചോണ്ട് വന്നില്ലേ? അന്ന് മുതൽ എനിക്ക് മനസ്സിലായി അതായിരിക്കും ഹാങ് ഓവർ. എനിക്ക് മനസ്സിലായി. ചേട്ടാ ഓണമൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പോഴും ഈ ഓണത്തിന്റെ പാട്ട് പാടിക്കൊണ്ട് നടക്കാണ്. അളിയൻ എന്നും ഓണമല്ലേ? അതെന്ത്? കാരണം സമയത്തിന് ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. നിന്നെ ഞാൻ അളിയനായിട്ടല്ല കണക്കാക്കുന്നത്. എനിക്കറിയാളിയാ. എന്നെ അളിയനായിട്ടല്ല, അളിയൻ എന്നെ ഗൂഗിൾ പേ ആയിട്ടാ കണക്കാക്കുന്നതെന്ന് എനിക്കറിയാം. അല്ല എന്റെ ചെവി വന്ന് പാസ്വേഡ് പറഞ്ഞാൽ ഞാൻ പൈസ അങ്ങ് തരുമല്ലോ. അതെന്തോന്ന് പാസ്വേഡ്? അളിയൻ എന്റെ ദൈവവാളിയാ. ഇത് കേൾക്കുമ്പോ ഞാൻ എടുത്താൽ കൊടുക്കും. അങ്ങനെയല്ലേ ഞാൻ ചെയ്യുന്നത്. നീ എനിക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്കെന്ന് എഴുതി വെച്ചോ. എന്റെ മോള് പോയിരിക്കല്ലേ, അവള് രക്ഷപ്പെട്ട് കഴിയുമ്പോ നിന്റെ കംപ്ലീറ്റ് പൈസ ഞാൻ തിരിച്ചു തരും. എടാ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ അവളെ കരുതിയെ. അവക്ക് വേണ്ടി ചെലവാക്കി ഒരു പൈസ എനിക്ക് വേണ്ട. ഇത്രയും സാധനം കൊടുത്തിട്ട് എനിക്ക് വേണ്ട. നിങ്ങൾക്കുള്ളതാ കൊടുത്തു വിട്ടെ. ഇത് മോശമായി പോളിയാ. ഇത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ മോശമായി പോയി. എന്തോ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി അളിയൻ എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. ഞാനല്ലേ ഇത്രയും ഞാൻ ഈ വീടിന് വേണ്ടി ഓടി നടക്കുന്ന എന്റെ മാളുപോക്ക് വേണ്ടി ഞാൻ കട്ടപ്പെടുന്നത് ഞാൻ അളിയനെ അല്ലേ ചെയ്തു. അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് ഞാൻ പറയും. നമ്മൾ ഈ എങ്ങനെ അങ്ങോട്ട് പോകാനും ശരി. നമ്മൾ എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. നിസ്സാര കേസ് ഇപ്പൊ പറഞ്ഞു കേട്ടോ. നമ്മൾ എപ്പോഴും ചെയ്തിട്ടാണോ പറഞ്ഞു കേട്ടോ. അവനെ ഞാൻ അളിയാൻ്റെ ചെയ്തത് ഞാൻ കേട്ടോ കൊച്ചേ. അവനെ ഞാൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തെന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ? അല്ലെ ഞാൻ അവന്റെ മുമ്പ് ചമ്മു പറ. ഞാൻ ചെയ്തിട്ടില്ല അത്. ദൈവത്തോർത്ത് നിങ്ങൾ ഈ സംസാരം നിർത്തി ഈ പെട്ടി ഒന്ന് പൊട്ടിക്കാൻ നോക്ക്. അത് പൊട്ടിട്ട് പിന്നെ മോളെ കൊണ്ടുവന്നല്ലേ നിങ്ങൾക്കുള്ള സാധനങ്ങൾ അത് എടുക്ക്. എന്നാ പെട്ടി പൊട്ടിക്കാൻ പോവേണ്. എന്തെങ്കിലും ചെയ്. ഓക്കെ മുരളിയേ ഒരു ടോർച്ച്. ഇതെന്തൊരു കഷ്ടമാന്ന് പറയണേ. ഞാൻ 100 തവണ ഇപ്പൊ എന്നോട് പറഞ്ഞ ഒരു സാധനം മാമന് വേണ്ട. ഇത് ആവശ്യമില്ലാതെ ഓരോന്ന് കൊടുത്തുവിട. അല്ലെ തന്നെ അവള് പറയും ഈ ഇരുട്ടത്തൊക്കെ മാമൻ ഇറങ്ങിയിറങ്ങുമല്ലോ, പാമ്പും പഴുതാരെയൊക്കെ കാണും, ശ്രദ്ധിക്കണേന്ന് പറയും. ഓരോന്ന് കൊടുത്തു വിടുന്നു. എന്തോ ചെയ്യാ. അയ്യോ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കണ്ടോ? ഇത് തെക്കേല ദാമോദരൻ മാമന് കൊടുക്കണം. അല്ല മാമനൊറം വേണം. മാമനൊറത്തിന് ആവശ്യമുണ്ട്. കാരണം മാമന് ഈ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. സന്ധ്യക്ക് ഇറങ്ങി ഇറങ്ങുമ്പോഴേ പാമ്പാ പഴുതാരെ അടിച്ച് അത് മാമന് കൊടുക്കണം. ഇപ്പൊ മനസ്സിലായ ആരോടാ സ്നേഹം? എന്നോടാ. അവൾ എപ്പോഴും പറയും ലോക്കൽ സാധനം മാമ മേടിച്ചടിക്കല്. കാരണം കരലും കൂമ്പോ ഇതാണ് സംഭവം. ഞാൻ ഈ ഇരുട്ടത്ത് വെച്ചാൽ കാണാത്ത കുറഞ്ഞ റമ്മ മേടിച്ചടിക്കും. അങ്ങനത്തെ ഞാൻ. അപ്പൊ അതാണ് കൊടുത്തു വിട്ടേക്കുന്നത്. എന്ത് ചെയ്യാൻ? എന്തുവാടി ഇത് എഴുതിയിരിക്കുന്നത്? ഇത് അമ്പലമുക്കില് രവിക്ക് കൊടുക്കണം. വേണം. രവിക്ക് ഒരെണ്ണം വേണം. രവിക്ക് ഒരെണ്ണത്തിന്റെ ആവശ്യമുണ്ട്. കാരണം അവൻ ഈ കുറഞ്ഞ സാധനം മേടിച്ചടിക്കും. അങ്ങനത്തെ സ്വഭാവം ഉണ്ട് അവന്. അത് അവന് കൊടുക്കട്ടെ. അല്ലപ്പോ ഞാൻ ഇതൊന്നും കാണാൻ നടക്കുമെന്ന് ഞാൻ പറഞ്ഞ അവളോടൊന്നും വേണ്ട. നമുക്ക് എന്റെ ആവശ്യമില്ല. നീ കോളടിച്ചില്ല മൊബൈല്. ഈ പെണ്ണിന്റെ ഓരോ അടിപൊളി. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ലെങ്കിലേ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇവളെന്തേലും ഒപ്പിച്ച് വെക്കുന്നവൾ. താനഞ്ചേരി കിഴക്കതിലെ മഞ്ജുവിന്റെ ഇളയ മോൻ കേശുവിന് കൊടുക്കണം.
അവന് ഓൺലൈൻ ക്ലാസ് ഉണ്ടാക്കാൻ. അവൻ പള്ളിക്കൂടക്കള്ളൻ, അവൻ അടുത്ത് പള്ളിക്കൂടത്തിൽ വിട്ടിട്ട് അവൻ പഠിക്കുന്നില്ല, പിന്നെ അവൻ ഓൺലൈൻ ക്ലാസ് ഉണ്ടാക്കാൻ. ചെല്ലു കൊണ്ടുകൊടു. അല്ല എനിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും വേണ്ട. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അല്ല പിന്നെ നമുക്കെന്തിന് അതിന്റെ ആവശ്യം, നമുക്കെന്തിന്? ഇതിനകത്ത് ഇപ്പൊ എന്നൊക്കെ പേര് എല്ലാം തീർന്നോ? എല്ലാം തീർന്നു. എന്നാ നോക്കി സൈഡിലെങ്ങാനും വന്നല്ലോ ഉണ്ടോ? ഇനി ഇത്തിരി രണ്ട് അല്ല എനിക്കൊന്നും വേണ്ട ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യം. ഒന്ന് രണ്ട് സോപ്പും ഇത്തിരി കിടിപിടിയും മാത്രമേ ബാക്കിയുള്ളൂ. കിടിപിടി ഉണ്ടോ? ഞാൻ പറഞ്ഞ കിടിപിടി കൊടുത്ത് വിടല്ലേന്ന്. ഈ ഫ്ലൈറ്റ് ഒക്കെ കിടിപിടി അങ്ങനെ പൊട്ടിപ്പോയാൻ തോന്നും. അല്ല തന്നെ ഞാൻ ഉപയോഗിക്കുമ്പോൾ താഴെ വീണ് കിടിപിടി പൊട്ടിയാൽ ഇത് കിടിപിടി കൊടുക്കരുത് ഞാൻ അവളോട് പറഞ്ഞു. കിടിപിടി എന്ന് പറഞ്ഞാൽ ചില്ലറ സാധനങ്ങൾ. ചില്ലറ സാധനമാണോ? വേറെ സൈഡിൽ അങ്ങനെ വല്ലോ ഞാൻ അല്ലല്ലേ? ഇല്ല വേറെ ഒന്ന് രണ്ട് സാരി അതൊക്കെ എനിക്ക് സാരി എനിക്ക് തരത്തില്ലല്ലോ. അതെ എനിക്ക് വേണ്ട വേണ്ടിട്ടൊന്നുമല്ല. നമ്മൾ ഈ ഗൾഫിലെ അല്ലേ, നമ്മളങ്ങനെ ഇതുമില്ല. മുള്ളിയില്ല, ഞാൻ ഈ സൈക്കിൾ ഉടയ്ക്കാൻ പോകും. മുരളി നീ ഇങ്ങോട്ട് വാ. ഇതെന്താ മുഖമൊക്കെ മാറിയിരിക്കുന്നത്? ഇല്ലല്ലോ ഒന്നുമില്ല. വാടാ ഇങ്ങോട്ട് വാടാ. ഇല്ലേ ഒന്നുമില്ല. എടാ നിന്റെ അനന്തരത്തിൽ കൊടുത്തു വിട്ട സാധനങ്ങളല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പറ. ഞാൻ അവിടെ ശരിയാകത്തില്ല. നിങ്ങൾ എടുക്കുക, നിങ്ങൾ എന്തോന്ന് വെച്ചെടുക്കുക. എനിക്ക് എടാ നിനക്ക് ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താ ഒരു സ്വഭാവത്തിനൊരു മാറ്റം? എനിക്ക് അളിയനെ കാണാൻ പറ്റുന്നില്ല. അറിയാം അതിനെ പറ്റി എന്റെ കണ്ണ് നിറഞ്ഞിട്ട് ചെലന്ത് വലയുടെ അപ്പുറത്ത് അളിയാൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുക. നീ ഇപ്പൊ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, വെള്ളം തേക്കുന്ന പോലെ ഇങ്ങനെ തേവിട്ടാ. ഇവിടെ കാര്യം എന്താന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്ന രീതി. കുറെ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കും അളിയാ. ഞാൻ ഈ വീടിന് വേണ്ടി എന്റെ മാളുമോക്ക് വേണ്ടി എന്റെ ഓടി നടക്കുവാ ചോര നീരാക്കി. കുറെ നാളായിട്ട് ഈ വീട്ടിൽ എന്നെ എല്ലാവരും കൊച്ചായിട്ടാ കാണുന്നത്. അതിന് നീ സൈക്കിളിന്റെ ബെല്ലി നോക്കിയിരുന്നിട്ട് എന്ത് കാര്യം? ഈ സൈക്കിൾ ബെല്ലിൽ മാത്രമേ എന്നെ വലുതായിട്ട് കാണത്തുള്ളൂ. എടാ നിനക്ക് എന്താ കാര്യമെന്ന് നീ തെളിച്ച് പറ. അളിയന്റെ ഭാര്യ എന്റെ മൂത്ത പെങ്ങള് ജഗദമ്പ ചേച്ചി മാളുമോളെ എന്റെ ഈ കൈകളിലോട്ടാ പെറ്റിട്ടത്. ആണോ? ആണ്. അന്ന് മോനെ ഈ നിമിഷം വരെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ ഞാൻ കരുതിയിട്ടുള്ളത്. അതുകൊണ്ട് എന്നിട്ട് അവിടെ ഗൾഫിൽ നിന്ന് ഇത്ര സാധനം കൊടുത്തു വിട്ട് എനിക്കൊരു മുട്ടായി തുണ്ട് തന്നു വിട്ടാളിയാ. മുട്ടായി തുണ്ട് എനിക്ക് വേണ്ട. എന്നാലും അളിയാ മുരളി നീ ഇങ്ങനത്തെ വർത്താനം പറയരുത്. എന്താ വർത്താനം പറയാം? മാള് വിളിച്ചപ്പോ ഞാൻ നീ കൂടെ ഒരുമിച്ചിരുന്നാണോ അവളോ സംസാരിച്ചത്? അപ്പൊ നീ മാളിനോട് എന്താ പറഞ്ഞേ? എനിക്കൊന്നും വേണം. എനിക്കൊന്നും വേണ്ട, മോന്റെ പൊന്നുമോളെ ഒന്ന് കണ്ടാ മതി, മോൾ അവിടെ നന്നായിട്ട് ഇരിക്കും, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നല്ല പറഞ്ഞേ. അറിയാതെ എന്റെ മര്യാദ കൊടുത്തു വിടണ്ട, അവിടെ മര്യാദ അതെടുത്ത് എന്റെ തരണ നിങ്ങളുടെ മര്യാദ. മനസ്സിലായോ? നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? ഓ പെട്ടി കണ്ടു അവളെല്ലാം മതി പറഞ്ഞ അവിടെ തന്നെ എടി ഇത് കണ്ട അവൻ പിണങ്ങിയിരിക്കും. നീ എന്തിനാ സങ്കടം പറഞ്ഞത്? ഒരു മുട്ടായി തുണ്ട് എനിക്ക് കൊടുത്തു വിട്ടാ. മുട്ടായി തുണ്ട് കൊച്ചൊന്നും അവനെ കൊണ്ട് കൊടുത്തില്ലെന്ന്. മുരളി അകത്ത് ഇനി അകത്താ കീറിപ്പോ. എന്തോന്ന് അകത്താൻ പറഞ്ഞു? കാലകത്തുന്ന കാര്യമില്ല പറഞ്ഞത്. പിന്നെ ഇങ്ങനത്തെ സംസാരം അകത്ത് അവിടെ മതി. പുറത്ത് സംസാരിച്ച് ആരെങ്കിലും കേട്ട നാണക്കേടല്ലേ? തൊഴിലുറപ്പിന് ഞാൻ തരുന്ന വാവല ചീർന്ന പെണ്ണുമുള്ളയാ. അവക്കിപ്പോ ഗൾഫിൽ നിന്ന് മോള് കുറച്ച് സാധനം കൊണ്ടുവരുന്നപ്പോഴത്തേന് അകത്ത് അല്ല സമയത്ത് പുറത്ത്. ഇപ്പൊ നിനക്ക് അകത്ത് ഇല്ല. മോളെ ഗൾഫിലാന്ന് പറഞ്ഞ ഇത്ര ആകാരം എനിക്കൊരു മുട്ടായി തുറി എനിക്ക് വേണ്ട. അത് വേറെ കേസ്. ഇതിനകത്തൊരു വാച്ച് ഉണ്ടാവും, നീ എടുത്തു. വേണ്ടറിയാ ടൈമിക്സിന്റെ വാച്ചാന്ന്. എനിക്ക് വേണ്ട. അളിയന്റെ അനിയച്ചാറുണ്ടല്ലോ, അനിയച്ചാർക്ക് കൊണ്ട് കൊടുക്കും. ശാച്ചിക്ക് അവന് കൊണ്ട് കൊടുക്കും. അവൻ കുതിരാൻ കിടക്കല്ലേ? കുതിരാൻ കിടക്കാൻ അവനെന്തോ വൻപയറോ? പാലക്കാട് കുതിരാൻ അവൻ കിടക്കില്ല, അവൻ അവിടെ അല്ല പണി. അവൻ അവിടെ കിടക്കുവാണെങ്കിൽ എറിഞ്ഞങ്ങോട്ട് കൊടുക്കും, അവന് കൊണ്ട് കൊടുക്കും. എനിക്ക് വേണ്ട. അത് വേറെ കേസ്. എന്നാലും വേണ്ട. എടാ നീ ഇങ്ങനെ കടന്ന് മസിൽ പിടിക്കാതെ നീ ഇതിന്റെ കൂടെ ഒന്ന് കൂടിക്കടാ. എന്താ കൂടാ? എനിക്ക് വേണ്ടല്ലേ ഒരു സാധനം. എനിക്കൊരു മുട്ടായി തുണ്ട് കൊടുത്തു വിടാല്ല. എന്തെങ്കിലും ഒരു സാധനം പോട്ടതെ. ഈ മൊബൈൽ കൊണ്ട് നടക്കുന്നു, മൊബൈൽ കൊടുത്തു വിടാല്ല. എന്നാലോ ചോദിക്കാം. ഇതെന്തോ ഇതിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ എന്തോ? മൊബൈൽ എന്തിന്? എന്റെ കൂട്ടുകാരൻ സത്താറ് ഗൾഫിൽ നിന്ന് കൊടുത്തു വിട്ടാ. ഇതാ ഇത് മതി. ഇത് വെച്ച് നീ അങ്ങനെ ഫോൺ ചെയ്യുന്നത്? ഇത് ഈ റബ്ബറെ പിടിച്ച് വലിക്കുമ്പോ 9 ഞങ്ങും, ഈ റബ്ബറെ പിടിച്ച് വലിക്കുമ്പോ 8 ഞങ്ങും. അങ്ങനെ ഞാൻ പിടിച്ചോളാം. അപ്പൊ ഇത് സത്താർ കൊടുത്തു വിട്ട മൊബൈൽ അല്ല, സത്താർ കൊടുത്തു വിട്ട ഗിത്താറോ? അവളെ ഏതോ ഒരു മൊബൈൽ കൊടുത്തു വിടുന്ന കേസ് പറഞ്ഞില്ലേ? എനിക്ക് മൊബൈൽ കൊടുത്തു വിടുന്ന. എടാ മൊബൈൽ കൊടുത്തു വിടുന്ന കേസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ നിനക്ക് ആ ഒരു ബ്ലാക്ക് ബെറിയുടെ മൊബൈൽ അവളൊക്കെ പറഞ്ഞു കൊടുത്തു വിടാം. എനിക്ക് നിങ്ങളുടെ ഒരു ബെറിയും വേണ്ട. എനിക്ക് എന്റെ കൂട്ടുകാരൻ സത്താർ അവനെ തത്ത ഈ ഗിത്താർ മൊബൈൽ മതി. അതുകൊണ്ട് ഞാൻ നടന്നല്ലോ. എനിക്ക് വേണ്ട. നീ ആരാടാ ഈ സംസാരിക്കുന്നത്? അളിയനോട്. ഈ അളിയനോട് നിനക്കൊരു കാര്യം അറിയോ? പണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ചേട്ടൻ ഇങ്ങോട്ട് കയറി വരുമ്പോ നീ തന്നെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അറിയോ? അന്ന് നീ സിനിമ കാണുന്ന പറഞ്ഞ് വാശി പിടിച്ച് കരയുമ്പം ഞാൻ നമ്മുടെ ജനാലിക്കട വീട്ടിൽ പോയി TV VCD പ്ലെയറും കടം വാങ്ങി ഇവിടെ കൊണ്ട് നിനക്ക് സിനിമ കാണിച്ചു തരും. ആകാശദൂത് അത് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിനക്ക് മാവില് ആ പുളിയമാവില് കയറി നിനക്ക് ഊഞ്ഞാലിട്ട് തരും. അറിയോ? ഇതൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? ഇതൊക്കെ പറയുമ്പോ നിനക്ക് എന്ത് തോന്നുന്നു? എനിക്കൊരു
ഒരുപാട് പ്രായമായ പോലെ തോന്നുന്നു. എന്റെ പ്രായം കൂട്ടാൻ നിൽക്കട്ടെ രണ്ടുപേരും കൂടെ. എനിക്ക് എന്തായാലും താനെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. എനിക്കൊന്നും വേണ്ട, അത് വേറെ കേസ്. അണ്ടി പരിപ്പ് കഴിച്ചേ ക്യാഷ്. ഈ കൊല്ലത്തെ അണ്ടി ആഫീസിന്റെ തൊട്ട് ഫ്രണ്ടിൽ താമസിക്കുന്ന നമുക്ക് അളിയാ അത് തിന്നാൻ കൊതിക്കും. അളിയാ ഈ കാശ് വേണ്ടിട്ട് തിന്നാൻ കൊതിക്കും. അല്ല അളിയാ, ഇപ്പൊ ഓരോരുത്തരുടെ പേരെഴുതി കൊടുത്തു വിട്ടല്ലേടാ. രവി ചേട്ടന് ടോർച്ച്. ആ ടോർച്ച് 6 മണി കഴിഞ്ഞാൽ പേടിയാ വെളിയിലോട്ട് ഇറങ്ങാൻ. സന്ധ്യ കഴിഞ്ഞാ ആ രവി മാമന് ടോർച്ച് എന്തോട്ടാക്കാനാ അയാൾക്ക് ടോർച്ച്. ദാമോദരൻ മാഷ് കോച്ച്. കോച്ച് വാദം പിടിച്ച് പരിക്കാത്ത തളർന്ന് കിടക്കുക. ദാമോദരൻ ചേട്ടാ അവന് കോച്ച്, എന്നാലേ അവൻ കയറ്റത്തുള്ളൂ കോച്ച്. ഓൺലൈനിൽ പഠിക്കുന്ന യേശു അവന് കൊടുത്തിട്ട് എന്തോന്ന് മൊബൈല്. അവനെ പള്ളിക്കൂടത്തിൽ വിട്ടാ അവൻ പഠിക്കണില്ല. പിന്നെ ആ പള്ളിക്കൂട കളറി എന്തിനു മൊബൈൽ മേടിച്ചോ? ഓൺലൈൻ ക്ലാസ്സിന്റെ കാലം കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ പോണു. ഇവിടെ ഞാൻ നിൽക്കത്തില്ല. ഞാൻ കുറെ നാൾ കൊണ്ട് ഈ അപകടം ഞാൻ സഹിക്കുന്നുണ്ട്. അളിയാ ഇന്നാള് മാളുവിന്റെ ഈ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് കുറെ ആൾക്കാർ ഇവിടെ വന്ന ബന്ധുക്കള്. അപ്പൊ അവര് എല്ലാ ആൾക്കാരും അളിയൻ പരിചയപ്പെടുത്തി. എന്നെ പരിചയപ്പെടുത്തി അളിയാ. എന്നെ അളിയൻ പരിചയപ്പെടുത്തി. ഞാൻ ഓർക്കുന്നില്ല. ഊട്ടിക്കിടക്കുന്ന തത്ത എല്ലാവർക്കും അറിയാം അതിന്റെ പേര് തത്തയെന്നാണ്. ഇതും ഞങ്ങളുടെ തത്തയെന്നും പറഞ്ഞാൽ ഞാൻ പരിചയപ്പെടുത്തി. അപ്പോഴും എന്നെ പരിചയപ്പെടുത്തില്ല. പോട്ടെ, എനിക്കത് വേണ്ട. പിന്നെ ചായ കൊടുത്തപ്പോ ഒരു ഈച്ച അതിനകത്ത് വന്നിരുന്നു. അതിനെ വരെ മണിയനീച്ച എന്ന് പറഞ്ഞാൽ ഞാൻ പരിചയപ്പെടുത്തി. അപ്പോഴും എന്നെ ഞാൻ പരിചയപ്പെടുത്തില്ല. ഈ അപകടം ഞാൻ കുറെ നാൾ കൊണ്ട് സഹിക്കുവാളി. അതുകൊണ്ട് സഹിക്കാൻ ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല. ഞാൻ പോടും. നീ പോ. ഞാൻ പോവും. നീ പോ. എന്തോ നീ പോടാ. ഇച്ചിരി പുളിക്കും. എന്തോ എന്റെ വീടാ, എന്റെ പേരിലുള്ള വീടാ. ഇതാ നിങ്ങൾ രണ്ടുപേരും പരിപാടി ചെയ്യുമ്പോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം. നിങ്ങൾ ഇറങ്ങി പോവല്ലോ. പക്ഷെ ആധാരം ഇരിക്കുന്ന എന്റെ കയ്യിലല്ലേ? എന്തോ ആധാരം എന്റെ കയ്യിലായിരിക്കണേ. അതിനകത്ത് കിടന്ന പേരെന്റെയാ. ആ പേരൊക്കെ മാറ്റാൻ എനിക്കറിയാം. ആണോ? ആണോ? ആണ്. ഞാൻ വേറെ തെളിവ് കൊണ്ടുവന്നാലോ? നീ തെളിവ് കൊണ്ടുവാ. അങ്ങനെ നിനക്ക് തെളിവ് കൊണ്ട് നിനക്ക് വേണമെങ്കിൽ നീ സിറോക്സ് ആയിട്ടുവാ. ഓഹോ, ഗുണ്ടായിസം. ഏതാ എന്റെ പരിക്കകത്ത് കയറി ആധാരം കവി വെച്ചിട്ട് ഇനിയിപ്പോ ഗുണ്ടായിസം. നീ പോയിട്ട് വാടാ, സിറോക്സ് ആയിട്ട് വാടാ. ശരി, നമുക്ക് വാളും പേരും ഒക്കെ ഉണ്ടയ്യാ. എടാ എവിടെ നിൽക്കണ്ട നീ? എടാ നീ അല്ലാതെ വേറെ ഫിറോസ് ആരുണ്ടോ നമ്മുടെ കൂടെ ഉള്ള? അളിയന് വേണ്ടി ചെറിയ വീശ. അപ്പൊ ഫിറോസുമായിട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ നാളെ രാവിലെ നമുക്ക് കൊടുക്കാല്ല പണി. കൊടുക്കാല്ല. ഫിറോസുമായിട്ട് ഇപ്പോൾ വരുമല്ലോ. എടാ നിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാത്ത? ഒരു സ്ഥലത്ത് ഞങ്ങൾ അടുപ്പിക്കാത്തതിന്റെ കാര്യമോ? എന്താ? നിന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചില്ലറ പാടല്ല പെട്ടായി. നിന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവരുന്നു ഒരു സ്ഥലത്ത്. കോട്ടയത്ത്. കോട്ടയത്ത്. എന്നിട്ട് ആ കോട്ടയത്ത് നീ എന്തോ പറഞ്ഞു അവർക്ക്? ഞാനാണോ പറഞ്ഞ? പെണ്ണിന്റെ തന്ത അല്ലേ പറഞ്ഞേ? നീ തന്നെ പറഞ്ഞു. ഞാനല്ല, എന്റെ അളിയനാണ്. ഞാനല്ല. നീ എന്തോ പറഞ്ഞു നോർത്തു നോക്ക്. ആ പെണ്ണിന്റെ തന്ത പറഞ്ഞു പെങ്കൊച്ചിനെ കാണിച്ചിട്ട് ഞങ്ങൾ തമ്മേ അച്ഛനും മോളും ആ കേട്ടോ എന്ന് പറഞ്ഞു. എന്റെ ശുദ്ധഗതിക്ക് ഞാൻ പറഞ്ഞു. പക്ഷെ അച്ചാച്ചന്റെ കൂട്ടുകാരന്റെ മുഖഷേപ്പ് കണ്ട അവര് തമ്മിൽ അച്ഛനും മോളും അന്നേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇതെന്റെ കുഴപ്പമാണോ ഞാനത് പറഞ്ഞേ? എടാ അവര് ഡിവോഴ്സായി. അവർ അന്നു മുതൽ തുടങ്ങി അടിയാ. അറിയോ? ഡിവോഴ്സ് ആയാലും ആ പെങ്കൊച്ചിന് സ്വന്തം തന്ത കണ്ടുപിടിച്ച് കൊടുത്താനാ ഞാൻ. ഞാൻ പോകും. ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഞാൻ പോണു. ഞാൻ പോകുന്നു. നീ എടാ പോട്. ഞാൻ പോവും. നീ പോടാ. ഞാൻ പോവും. പോ നീ. ഞാൻ പോ. നീ അടി അടിച്ചു ഞാൻ. ഒന്നാനാം മലപ്പുറത്ത് ഒടിച്ചു കുത്തിയ മൈലാഞ്ചി മൈലാഞ്ചി കായതിന് പൂവതിന്മേലി തളതിന്. എന്താ ഞങ്ങളെ നിന്നെ കളിപ്പിച്ചല്ലേ? പിന്നെ നിനക്ക് എന്തെങ്കിലും കൊടുത്തുവിടാതിരിക്കുവോ അവള്? അതാ ഞാൻ വേണ്ട വേണ്ട എന്നാലും പിന്നെ വേണ്ട. നിന്റെ മുഖം ഞാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി വേണ്ട. എനിക്ക് എന്നെ അങ്ങനെ കളിപ്പിക്കണ്ട. നോക്ക്, കണ്ണു പറഞ്ഞു നോക്ക്. നിനക്ക് എന്താ കൊണ്ടുവന്നേ? എടുത്ത് വെച്ച് നോക്ക്. നോക്ക്. ഇരിക്കല്ലേ? എല്ലാവർക്കും കൊണ്ടുവന്ന പോലെയാണോ വിളവടിപ്പുള്ള സാധനം കൊണ്ടുവന്ന? മാള് മോള് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ കാലൊക്കെ അഴുക്കായിരിക്കും. ഞാൻ പോയിട്ട് അവിടെ പോയി കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട് വരാം. അത് മതി. ഇട്ടോണ്ട് വാ. എന്നെ കൊച്ചു കൊടുത്തു വിട്ടാ. പിന്നെ നിന്റെ കറുത്ത പാന്റിന്റെ കൂടെ നന്നായിട്ട് ചേരും കേട്ടാ. കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇത് ഇട്ടോണ്ട് പോണേ. എന്റെ സാരി ഇതെങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാ ഉണ്ടല്ലോ നമുക്ക് കണ്ട് ഈ വയസ്സുകാലത്ത് പോ. ഇനി നിന്നെ പ്രത്യേക ഉക്കാടി ഇട്ട് കഴിയുമ്പോ ചെറുക്കാൻ നീ ഷൂസ് ഇട്ടില്ലായിരുന്നാടാ? കാല് കെട്ടിട്ട് അവന് മാള് അവനങ്ങ് പേടിച്ചു പേടി. അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വിട്ട എന്റെ കൊച്ചു മാളും അവള് കൊടുത്തു വിട്ടു. നിനക്ക് കിട്ടിയാടി സാരി? നല്ല സാരി. മറ്റവന് ടോർച്ച് അവന്റെ അല്ലേ അമ്മ കെട്ടിക്കാൻ ടോർച്ച്. അതിന്റെ പിറ്റേ ദിവസം കഴിക്കാൻ സ്കോച്ച്. മറ്റവന് അളിയനും കിട്ടി. അണ്ടിപ്പരിപ്പ് കിട്ടുന്നു.
എനിക്ക് എടുത്ത് കിട്ടാണ്ട അടിപൊളി. ഈ സാധനം പിന്നെ ഇത് ഇട്ടോണ്ട് പോയ ഒരു ഉപകാരമുണ്ട്, എന്നെ കളഞ്ഞു പോത്തില്ല. എന്നെ കളഞ്ഞു പോയാൽ പിടി കേടുപിടുന്നതിലും എടുത്തോണ്ട് വരും. എടാ ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം? എന്നെ ഗോച്ചറ വൃത്തിയാത്തിന് ഇരുട്ടത്തുകൊണ്ട് കളഞ്ഞാലും തപ്പി എടുത്തോണ്ട് വരും. ഇതിനെന്താ കുഴപ്പം എന്താ ഇതിന്? ഇതെത്തോണ്ട് എങ്ങനെയാണ് ഞാൻ പുറത്ത് പോകുന്നത്? ഇത് പിള്ളേർ കളിക്കണം, താനെ കീക്കി അടിക്കണം. ഞാൻ അവളോട് പറഞ്ഞു ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്തോ വേണമെന്ന് ചോദിച്ചാലും ഒന്നും വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്കറിയായിരുന്നു അവൾ എന്തായാലും തരും. പക്ഷെ ഇതുപോലെ തരരുതെന്ന് അവളോടൊന്നും പറയണം. പിന്നെ ഇത് കൊടുത്തയച്ച സ്ഥിതിക്ക് ഈ ലൈറ്റ് കത്തുന്ന ഒരു കൊമ്പൂടെ കൊടുത്തു വിടാൻ പാടില്ല. അല്ല ഇതിപ്പോ ഉത്സവ സീസണാണല്ലോ, ആ കൊമ്പൂടെ വെച്ച് ഇതൂടെ കത്തിച്ചിട്ട് ഞാൻ വല്ല ഉത്സവപ്പറമ്പിൽ പോയി പ്ലോട്ടായിട്ടൊക്കെ നിൽക്കാം. മുരളി കൂടാ. നല്ല സ്കിറ്റല്ലേ, നല്ലൊരു ഐഡിയ ആവാം. മിക്കവാറും എല്ലാവരും അവരുടെ ലൈഫിൽ കടന്നു പോയൊരു സാധനമാണ് ഈ പെട്ടിയായിട്ട് വരുമ്പോൾ ഉള്ള പെട്ടി പൊട്ടിക്കൽ ചടങ്ങ്. അല്ലേ രുചിച്ചേട്ടാ? ഇപ്പോഴും ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ അത് നമുക്കൊരു ഭയങ്കര ഒരു ആസക്തിയാണ് അതിലേക്ക്. കാരണം നമ്മുടെ ഫ്രണ്ട്സ് വന്നെന്ന് പറയുമ്പോഴും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടെന്ന് പറയുമ്പോഴും ഇതിന്റെ ക്ലൈമാക്സിൽ നിന്നാണ് ഈ സ്കിറ്റ് ഉണ്ടായത്. അല്ല ഉണ്ടായി വന്നതാണല്ലേ. ക്ലൈമാക്സ് ആണ് തകർത്തത്. കാരണം അൾട്ടിമേറ്റ് ക്ലൈമാക്സ് ആയിരുന്നു. ക്ലൈമാക്സ് ശ്യാമിന് ഒരു ഷൂ ഇതുപോലെ കൊണ്ട് കൊടുത്തതായിരുന്നു. ആളാ അല്ല വലിയവർക്ക് ഇങ്ങനത്തെ ഷൂ ഉണ്ടാവോ? ഇപ്പോഴൊന്നുമല്ല, നേരത്തെ ഇല്ല, ഇപ്പോഴും ലൈറ്റ്സ് ഉള്ള ഷൂസ് ഉണ്ട്. ഈ പറയുന്ന കാര്യം കറക്റ്റ് ആണ്ടാ. വെള്ളമൊക്കെ അടിച്ചു പോണവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എവിടെ പോയി കിടന്നാലും കാണാൻ പറ്റും. ചന്ദ്രന്റെ തല പോലെ തിളങ്ങി ഇങ്ങനെ കാണാൻ പറ്റും. ഇത് പെർഫോമൻസ്, ശ്യാമിന്റെ പെർഫോമൻസിൽ ഗംഭീര. അതിന്റെ ഒപ്പം ഇവര് നിന്നിട്ടാ ശ്വാസം വിടാതല്ല, നോൺ സ്റ്റോപ്പ് സംഭവമായിരുന്നു. പക്ഷെ ഒന്നുമില്ലായ്മ എന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. ഗൾഫിൽ നിന്ന് ഒരാൾ കൊണ്ടുവരുന്നു, പക്ഷെ അത് ഡെവലപ്പ് ചെയ്തത് ഫുൾ ക്രെഡിറ്റ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററിനാണ്. കാരണം ഒന്നുമില്ല അതിന്റെ അകത്ത് ഈ പെർഫോമൻസില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പറഞ്ഞ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷൂ കിട്ടി എന്ന് പറയുമ്പോൾ വലിയൊരു ചിരി കിട്ടില്ല. പക്ഷെ പെർഫോമൻസിൽ നമ്മൾ പൊട്ടിച്ചിരിച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മണിക്കൂട്ടാ. എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ്, വേറെ പറയാനൊന്നുമില്ല. കാരണം പണ്ടൊരു സംഭവമുണ്ട്, പെട്ടി ശിങ്കാരപ്പെട്ടി, പെട്ടി തുറന്നപ്പോൾ അത്ഭുതം പൊട്ടി. ഗംഭീരമായിരുന്നു. നേരത്തെ ചിനിച്ചേട്ടൻ പറഞ്ഞ പോലെ നമുക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. കാരണം എൻ്റെയും ബന്ധുക്കൾ പുറം രാജ്യങ്ങളിലായിരുന്നു. അപ്പോൾ അവർ വരുന്ന സമയത്ത് എപ്പോഴും ഓർത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് ടൈഗർ ഫാം, ടാങ്ക്, പിന്നെ ചങ്ങലയുള്ള ബ്രൂട്ടിന്റെ ചങ്ങല, പിന്നെ മറ്റേ വളവളാന്ന് നടക്കുന്ന ലുങ്കി ഉണ്ടല്ലോ, ആ ലുങ്കി, പിന്നെ കുറെ സോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു നൊസ്റ്റാൾജി ആയിരുന്നു. അതുകൊണ്ട് ഈ പെട്ടി തുറന്ന സമയത്ത് അങ്ങനെ നമുക്ക് നൊസ്റ്റാൾജി തോന്നുന്നു. ചിലർക്ക് കിട്ടാത്ത ആൾക്കാരുണ്ടാവും. ക്ലൈമാക്സ് അതിഗംഭീരമായിരുന്നു കേട്ടോ, ഗംഭീരം. Anyway, all the best and thank you. അല്ല, ശ്യാമിന് ഇങ്ങനത്തെ ഒരു ഷൂസ് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു, എന്നിട്ട് അത് ഇട്ട് നടന്നിട്ടുണ്ടോ? ഇല്ലില്ല, ഞാനത് കുറെ ഞാൻ കല്യാണത്തിനൊക്കെ മുമ്പ് ഒരു 10-20 വർഷത്തിന് ആ സമയത്താണ്. എന്ത് ചെയ്തത് ആ ഷൂ? ഞാൻ പരിപാടിയൊക്കെ പോകുന്ന സമയത്താ. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പേര് പറയുന്നില്ല, അവൻ ചിലപ്പോ എന്നെ അവൻ സ്നേഹം കൊണ്ട് ചെയ്താ. അപ്പൊ ഈ ഞങ്ങൾ ഒന്നിച്ച് കളിക്കൂട്ടുകാർ, നമ്മൾ ഒന്നിച്ച് പഠിച്ചാൽ അവൻ ഗൾഫിൽ പോകുന്നു. അപ്പോൾ എന്നോട് അവിടെ നിന്ന് വരുന്നതിന് 1 മാസം മുമ്പ് ഇടയ്ക്ക് വിളിക്കാൻ, അളിയാ ഞാൻ അടുത്ത മാസം വരുവേ, എന്തോ വേണോടാ? ഞാൻ പറയില്ലല്ലോ, ഒന്നും വേണ്ട, നീ വാടാ, വരുമ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാമല്ലോ. അല്ലടാ, അത് പറയടാ, എന്തോ വേണമെന്ന് പറ. ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരു ഇച്ചിരി സ്പ്രേ ഉണ്ടോന്ന് അതിരാ, അതൊക്കെ ഞാൻ ആവശ്യം പോലെ മേടിച്ചു വെച്ചിട്ട്, നീ വേറെ വല്ലതും വേണമെന്ന് പറ. ഇപ്പം നിർബന്ധിച്ച് ഞാൻ പറയാം, ഒരു ഷൂ, അന്ന് എനിക്ക് ഷൂ ഒന്നും ഇല്ല. ഞാൻ പറ ഒരു ഷൂ കൊണ്ടുപോളിയാ. അത് ഷൂ വലിയ കാര്യമാണെന്ന് പറയാം, അതിപ്പം വലിയ കാര്യമൊന്നുമല്ല, അത് കൊണ്ടുവരാടാ, അത് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇപ്പം വരുന്ന ദിവസം എനിക്കിങ്ങനെ ആകാംക്ഷ കൂടുക. അപ്പോൾ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങിയപ്പം ഇന്ന ദിവസം വരുമെന്നറിയാം. കിടന്നുറങ്ങുമ്പോൾ രാവിലെ ഈ കേരളത്തിലൊരു നമ്പറിൽ നിന്ന് കോള് വരുന്നു. എടുത്തപ്പോൾ അവൻ, എടാ എന്ത്? ഞാൻ പറയാം, ഉറക്കോടാ, നീ വീട്ടിലോട്ട് വാ, ഇങ്ങോട്ട് വാ. ഞാൻ പറയില്ലടാ, ഞാൻ ബന്ധുക്കളൊക്കെ കാണുമല്ലോ, നമ്മൾ ചെല്ലുന്ന മോശമല്ലേ. ഞാൻ പറയില്ലടാ, നീ അവനും കൂടെ വിളി, മറ്റവനും കൂടെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ. ഞാൻ പറയില്ലടാ, കുഴപ്പമില്ല, എടാ ഇങ്ങോട്ട് വാടാ, മര്യാദയ്ക്കെന്ന് പറഞ്ഞു. ഞാനും മറ്റേ ആളുടെ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഇഷ്ടം പോലെ ഒരു ജാഥയ്ക്കുള്ള ആളാണ് വീട്ടിൽ. അപ്പോൾ ഇവനാ പുള്ളി, വടാ അതൊരു കയറ്. ഞങ്ങളകത്ത് കയറുന്നു. എന്നോട് പറഞ്ഞ് വടാ റൂമിലോട്ട് ഇരിക്കാന്ന് പറഞ്ഞ റൂമിൽ കയറി കുറ്റിയിടുന്നു. എന്നിട്ട് സ്വാഭാവികമായിട്ടും അത് വരട്ടെ, അത് കഴിക്കുന്നു. കഴിച്ചു കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിലെന്താ, അതിപ്പോൾ എടുക്കും ഷൂ. ഞാനപ്പോൾ ഒന്നും എനിക്ക് അങ്ങോട്ട് പറയുന്നില്ല. അപ്പം ഞാൻ കഴിച്ചു. ഞാൻ പറയാ, അധികം വേണ്ട കേട്ടോ, നമുക്ക് പിന്നാട്ടെ, കാരണം ഇനി മറന്നു പോയാലാന്ന് ഓർത്തേ. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവൻ ഒരു പെട്ടി അവിടുന്ന് എടുക്കുന്നു, തുറന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഷൂ എടുത്തിട്ട് നേരെ പെർഫ്യൂം എടുത്ത് തന്നിട്ട്, ഇതാടാ പെർഫ്യൂം, തിരിച്ചടച്ചങ്ങ് വെച്ച് മറ്റവനും കൂടി തുറന്നു. അപ്പോഴും ഷൂവിൻ്റെ കാര്യം മിണ്ടുന്നില്ല. ഷൂ ഇത് എങ്ങനെ ചോദിക്കും? അന്നേരം പറയാ, ഒരു കാര്യം, എനിക്കൊരു ചെരുപ്പൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കണം, പാടാ വണ്ടി എടുക്കാം, നമുക്ക് പുറത്ത് പോകാൻ തുടങ്ങി. വെളിയിലോട്ട് ഇറങ്ങി ബൈക്കിൽ കയറി സ്റ്റാർട്ട്, അവൻ പറഞ്ഞാൽ ഞാൻ ഓടിക്കാടാന്ന് പറഞ്ഞ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നോട് എടാ ഒരു കാര്യം മറന്നു പോയെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോഴും പിന്നെ എനിക്ക് കിട്ടി. നേരെ അവനോട്ട് റൂമിൽ ചെന്നപ്പോഴത്തെ എന്നോട് പറഞ്ഞു, നിൻ്റെ ഷൂവിൻ്റെ കേസ് ഞാൻ വിട്ടുപോയാന്ന് പറഞ്ഞ് കട്ടിൻ്റെ അടിയിൽ നിന്ന് പെട്ടി എടുക്കുന്നു, ഒരു ബോക്സ് എടുക്കുന്നു. എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റും. കാരണം ഗൾഫിൽ നിന്നൊരു സാധനം എനിക്ക് ആ സമയത്തൊക്കെ ഷൂ ഒക്കെ ആദ്യമായിട്ട് കിട്ടുക. പൊട്ടിച്ചപ്പോൾ നല്ല വൈറ്റ് കളർ മിക്സിങ്, ഒരു ഉഗ്ര സാധനം.
അങ്ങോട്ട്, ഞാൻ കട്ടിലേ ഇരിക്കുക, അങ്ങോട്ട് എടുത്തു, ഈ കാലിലിട്ടു, ഈ ഉപ്പൂറ്റിക്കാ ചവിട്ടുന്നേ, ഇതിട്ടു, ഒന്നും നടക്കടാന്ന് പറഞ്ഞു. ഞാൻ നടന്നപ്പോ കാണാം വെള്ള ടൈല, വെള്ള ഈ മറ്റേ ഇത് ചുറ്റി അടിക്കുമോ ഇങ്ങനെ, ടൂറിസ്റ്റ് ബസ് വരുന്ന പോലെ ഇരിക്കുമോ എന്നെ കണ്ട്. ഞാൻ പറഞ്ഞത് എന്ത് പടയി കൊണ്ടത്, എടാ ഇത് പരിപാടിക്കൊക്കെ നീ അങ്ങോട്ട് ഇട്ടോണ്ട് ചെന്ന് പോയാൽ കാണാന്നപ്പോ അത് തന്നേലെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് വെച്ചു. പിന്നെ കുറെ നാൾ കഴിഞ്ഞാൽ ആർക്കോ കൊടുത്തു. പക്ഷെ അത് വെച്ചേക്കേണ്ടായിരുന്നു, ഇവിടെ ആവശ്യം വന്നേനെ. അതെ അതെ, ഇപ്പം അല്ല, ഇത് മനഃപൂർവ്വം തന്ന ഒരു സാധനമാണ്. കിറ്റ് നന്നായിരുന്നു, ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ സാധനം ശ്യാമിനി പരിപാടിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്ന കാര്യം. അന്ന് പ്രോഗ്രാമിന് എന്തായാലും ഇതിട്ടോണ്ട് പോയി കഴിഞ്ഞാൽ പരിപാടി പൊളിഞ്ഞ് ഓടുമ്പോൾ ഏത് വഴി കൂടെ ഓടിയാൽ ഈ ലൈറ്റ് പെട്ട കമ്മിറ്റിക്കാർ പിടിക്കും, അടിക്കും. അപ്പൊ അത് നിർത്താൻ വേണ്ടി നല്ലൊരു ഉപകാരം ചെയ്തതാണത്. അത് വിട്, ഇത് ഗംഭീരമായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ശ്യാമിന്റെ ഒരു കളിയാണ് നിങ്ങളുടെ ഈ 3 പേരുടെ അകത്ത്. കാര്യം അത്ര എനർജിയും അത്ര പവറായിട്ടാണ്. നമ്മൾക്ക് അതിൻ്റെ അകത്ത് ചിരിക്കാൻ കുറവാണെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഫില്ല് ചെയ്തു ശരീരം കൊണ്ടെങ്കിലും എന്തെങ്കിലും കാണിച്ച് നിങ്ങൾ നമ്മുടെ മൈൻഡ് അങ്ങോട്ട് വരുത്തിക്കും. അതിനൊരു പ്രത്യേക കഴിവ് ശ്യാമിനുണ്ട്. ഇതും അതുപോലെ തന്നെയാണ്. ഇന്ന് ടിനി പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് വലിയ കഴമ്പുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല. ഒരു പെങ്കട മോള് ഒരു പെട്ടി കൊടുത്തു വിട്ടു, അതിൻ്റെ ആകെ സാധനം വേണം നമുക്ക്. ശ്യാമിന് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അവസാനം അതില്ലാന്ന് അറിയുമ്പോൾ പോയൊരു കരച്ചിലുണ്ട് സൈക്കിൾ എടുത്തിട്ട്. മനോഹരമായിട്ട് ക്ലൈമാക്സ് കൊണ്ടുവന്നുകൊണ്ട് ഈ സാധനം ഇച്ചിരി കയറി നിന്നു. അതിൻ്റെ ഇടവരെ നമ്മൾ സാധാ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലെവലിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഷൂവിൻ്റെ എൻട്രി വന്നപ്പോൾ സംഭവം പിടിപെട്ട് അതിനനുസരിച്ചുള്ള ഒരു മ്യൂസിക്കാണ് ബാക്കിൽ നിന്ന് ഇട്ട് തന്നത്. പിള്ളേർ ഇട്ടുകൊണ്ട് കിടക്കുമ്പോൾ ആ ശബ്ദമാണല്ലോ, ആ ക്ലൈമാക്സ് ആണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഹൈലൈറ്റിൽ കൊണ്ട് എത്തിച്ചുകൊണ്ട് ഗംഭീരമായി, അടിപൊളിയായി, വെരി ഗുഡ്. താങ്ക് യു. അപ്പൊ ഇവർക്ക് ശരിക്കും കാശ് വേണ്ട, കാശ് ഇവർക്ക് അങ്ങനെ വേണ്ട. എന്നാലും ശ്യാമിന് അങ്ങനെ വേണ്ട, എന്നാലും കൊടുത്തേക്കാം. ചോദിക്കാതിരിക്കുന്ന ഞങ്ങളുടെ മര്യാദ. അതെ, എന്നാലും കൊടുത്തേക്കാം. തരാന്നുള്ള നമ്മുടെ മര്യാദയാണ്. ആരാണ് ആദ്യം? ഞാൻ പറയാം. മണി. 17,000 രൂപ. 17,000 രൂപ. ഓക്കെ, നസീർക്ക? ഞാൻ ഒരു 16,000 രൂപ. 33,000 രൂപ ആയിട്ടുണ്ട്. ടിനിച്ചേട്ടാ ബാക്കി അയച്ചോ. ഞാൻ ടോട്ടൽ എമൗണ്ട് 75,000 രൂപയുടെ സിൽവർ പഞ്ച്. ഒരു നല്ല കൈഡിയാവാം. അങ്ങനെ ലൈറ്റും മ്യൂസിക്കും ഇട്ട ഷൂ ഒരു 75,000 രൂപ കൊണ്ടുവന്നു. ഇനിയിപ്പോ എന്തോരം ഷൂസ് വാങ്ങിക്കാം. ഇതിലിപ്പോ 75 കിട്ടിയത് ആ ഷൂ വാങ്ങിച്ചു കൊടുത്തതാ. ഷൂവിന് മെജോറിറ്റി ഷൂവിന് കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും. മാളു കൊടുത്തുവിട്ട സാധനങ്ങളോടൊപ്പം 75 രൂപ കിട്ടി. പറയൂ അച്ഛോ. സന്തോഷം. ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ കൂടെ 75 കൂടെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. ഇത് ആരുടെ തലേ വന്നതാണ് ഈ പുറത്തുനിന്ന് ഗൾഫിൽ നിന്ന് സാധനമായിട്ട് വരുന്നത്? ഇത് എൻ്റെ ഈ കഥ ഞങ്ങളിങ്ങനെ റൂമിൽ പറഞ്ഞു, നമുക്കിത് എവിടെയെങ്കിലും ഒരു സീക്വൻസ് ആയിട്ട് മാത്രം അങ്ങ് ഇടാം എന്നുള്ളതായിരുന്നു പ്ലാൻ. പിന്നെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഈ ക്ലൈമാക്സിലോട്ട് അടുത്തപ്പം ബെറ്റർ ഇതായിരിക്കും എന്ന് ഓർത്തിട്ട് പിടിച്ച് അവിടോട്ട് അങ്ങ് വെച്ചു. എന്തായാലും അത് ഉഷാറായി. അതെ, അങ്ങനെ സൈക്കിളിന്റെ സ്റ്റാൻഡ് പിടിക്കാനായിട്ട് വന്നത് തൊട്ട് തുടങ്ങി ഐശ്വര്യം. ഓ, എത്രയാണ് പറയൂ, ഒരു ഡീലാക്കി. അപ്പൊ എന്തായാലും ഉഷാറായി. ഇനി ഇങ്ങനെ അടിപൊളിയായിട്ട് പോട്ടെ. 75ഉം 100ഉം ഒക്കെ ആയിട്ട് വരട്ടെ. 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ അടിക്കട്ടെ. ഓക്കെ, ശരി, ഇങ്ങനെ തന്നെ ഇറങ്ങിക്കോ കേട്ടോ. ശരി, മാള് വരുമ്പോ തിരക്കിന്ന് പറയണേ. ഇപ്പൊ ഫ്ലവേഴ്സ് കോമഡി ഐറ്റമരുടെ എപ്പിസോഡ്സ് ഇവരുടെ സ്കിറ്റ് വരാൻ ഒരു വിഭാഗം ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടീമാണ്. അവരിങ്ങനെ ഓടി തെളിഞ്ഞ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടിക്കേറിയ ഒരു ടീമാണ്. ഇപ്പോഴത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ടീമുകളിലൊന്ന് രാജിമോൻ, അതേപോലെ അഭിലാഷ്, വിഷ്ണു. നമ്മുടെ ഐറ്റമരുടെ താരങ്ങൾ എന്ന് പറയുന്ന, നമ്മുടെ കുടുംബത്തിന്റെ ആൾക്കാർ എന്ന് പറയുന്ന 3 പേർ. നല്ലൊരു കൈയടി. കോടതിയും എൻ്റെ വീടുമായിട്ട് 9 കിലോമീറ്റർ ദൂരമുണ്ട്. 1.5 മിനിറ്റ് കൊണ്ട് ആ ഓടി ഞാൻ ഇവിടെ എത്തിയത്. ഇന്നത്തെ വാദമായിരുന്നു വാദം എന്ന് പറഞ്ഞാൽ കില്ലുക്കിട്ടം വാദമല്ലായിരുന്നു. എൻ്റെ വാദം കഴിഞ്ഞതും ജഡ്ജി വിധി പറഞ്ഞതും ഞാൻ ഇറങ്ങി ഓടിയത് ഒരുപോലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കേസെന്ന് പറഞ്ഞാലേ ഒരതിര് തർക്കത്തിൻ്റെ കേസാണ്. വീട്ടിൽ ഇരുന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കേസേ ഉള്ളായിരുന്നു. കേസില്ലാതെ ഞാൻ അങ്ങോട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചെടുത്ത് വാദിച്ച കേസാ. അപ്പൊ എനിക്ക് ഇത് തന്നെ വരണം. ഹലോ, വക്കീലല്ലേ? വക്കീലല്ല. അല്ലേ? അല്ല. ഒരു കേസിന്റെ കാര്യം പറയാനായിരുന്നു. കേസിന്റെ കാര്യം പറയാനാണോ? വക്കീല. ഈ വക്കീലാന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നടാ. അതറിയാൻ വേണ്ടിയാ ഞാൻ ചോദിച്ചത്. എടാ,
അതിര് തർക്കം വീട്ടിൽ പറഞ്ഞു തീർക്കേണ്ട കേസായിരുന്നു. നീ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് കാശ് തന്ന് കേസ് മേടിച്ചിട്ട് നിന്റെ വാദം കാരണം എന്റെ ചെറുക്കൻ 20 വർഷം അകത്ത് പോയി കിടക്കുന്നത്. അവൻ പരോളിൽ ഇറങ്ങുമ്പോ നിന്റെ തല വെട്ടിയെടുത്ത് ഞാൻ അവനെ കണി കാണിക്കും, നോക്കിക്കോ. പറഞ്ഞില്ലയോ ഇപ്പൊ കഴിഞ്ഞ കേസാ, എന്റെ പുറകെ കൂടിയേക്കോ, എന്നെ കൊണ്ടേ പോകൂ. കൊച്ചു വക്കീലാ? കൊച്ചു വക്കീലല്ല, ഞാൻ വലിയ വക്കീൽ തന്നെയാ. ആഹാ, അതല്ല ചോദിച്ചത്. പിന്നെ കുഞ്ഞു വക്കീലാ? കുഞ്ഞുങ്ങളെയൊക്കെ ആരെങ്കിലും വക്കീലാക്കോ മാവ? എന്തോ ഈ പറയുന്നത്? സുധാകര, ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് രമണിയുടെ കൈ കൊടുത്തായിരുന്നു കാശ്. അത് നീ വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചേക്ക് കേട്ടോ. അവളോട് പറഞ്ഞേച്ചാ മതി. അവിടെ ആരുമില്ല, ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇങ്ങോട്ട് വാ. അതെനിക്ക് മനസ്സിലായി, അവിടെ ആരുമില്ലെന്ന്. ഇവിടെ പറഞ്ഞിട്ട് ഒരു ഗുണവും ഇല്ലാത്തതുകൊണ്ട് അവിടെങ്കിലും പറയാൻ നോക്കിയതാ. അമ്മാവ വന്ന കാര്യം പറ, എനിക്ക് വാദമുണ്ട്. വാദം എനിക്കുണ്ട്. അമ്മാവനുണ്ടോ? പിന്നെ ഏത് കോടതിയിലാ പ്രാക്ടീസ് ചെയ്തേ? കാലേ കിടക്കുന്ന വാദത്തിന് കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വാദം മാറൂടെ കൊച്ച? കാലയിലാന്നോ വാദം? പിന്നെ ചന്തിക്കകത്താണോ വാദം വരുന്നത്? അമ്മാവ കാര്യം എന്തോന്ന് വെച്ചാ പറ. സമയമില്ലെന്ന്, എനിക്ക് വാദമുണ്ടെന്ന് വേറെ. ഓ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ വന്ന കാര്യം എന്താണെന്നറിയാം? ഒരു കേസ് ഏൽപ്പിക്കാൻ വേണ്ടി വന്ന വരവാ. കേസുമായിട്ട് വന്നതാണോ? പിന്നെ വക്കീലിനെ കാണാൻ ജ്യൂസുമായിട്ട് വരേണ്ട കാര്യമുണ്ട്. ഒരു വെളിവും വെള്ളിയാഴ്ചയില്ല എന്നോട് സംസാരിക്കുന്നത്. പറയാന്നാല് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബാധയെ ഒഴിപ്പിക്കണം. അയ്യോ, ഞാൻ മന്ത്രവാദിയല്ല, വക്കീല. അതല്ലെന്ന് പറഞ്ഞത്. പിന്നെ ഈ ബാധ എന്ന് പറഞ്ഞത് എന്റെ പെണ്ണുമ്പുളയാ. അവളെ ഒഴിപ്പിക്കണം. അമ്മാവൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഭാര്യയും ഭർത്താവുമായിട്ട് പിരിയുമ്പോഴേ ഈ കോടതി ഒരു കിടുതാപ്പ് കൊടുക്കൂലടാ കൊച്ചേ. അതെന്തോ സാധനം? ഡൈവേഴ്സ് ആണോ ഉദ്ദേശിച്ചത്? ഈ ഡൈമാനിക്ക് തന്നെ എനിക്കും വേണ്ടത്. എന്റെ അമ്മാവ, ഞാൻ പറയുന്നു കേക്കാവോ? എത്ര വയസ്സുണ്ട് ഇപ്പം? ഇപ്പൊ എനിക്ക് 85 വയസ്സാകുന്നു. 85 വയസ്സായില്ലയോ? ഇത്രയും നാളെ ഒന്നിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ പിരിയുവാന്ന് പറഞ്ഞ എന്തുവാ അമ്മാവ ഇത്? എടാ കൊച്ചെ, നിനക്ക് അറിയാൻ പറ്റാത്ത കൊണ്ട്. അമ്മാവ, നിങ്ങൾ പ്രണയിക്കണം. പ്രണയമാണ് ലോകത്തിലെ സത്യം. പ്രണയമെന്ന് കേട്ടിട്ടുണ്ടോ? 85-കാരനെ 16-കാരനാക്കുന്നതാണ് ഈ പ്രണയം. അറിയാമോ? പ്രണയം എന്ന് പറയുന്നത് വലിയ സത്യമാമാവ. അമ്മാവൻ അറിയാമോ? ഷാജഹാൻ ചക്രവർത്തി മുംതാസിന് വേണ്ടി പണിതിരിക്കുന്ന ഈ താജ്മഹൽ. എടാ കൊച്ചെ, അതൊക്കെ എന്നോട് പറയാം. ഞാനിപ്പോ എന്താ വേണം? ഞാൻ എന്റെ കാര്യം പറയാനാ വന്ന. അതിനിടക്ക് നീ ഷാജഹാനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. അറിയാമോ? ആരോടാ ഞാൻ അമ്മാവന്റെ കാര്യം എന്താ ചോദിച്ചാ പറ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഗുളികപ്പുറത്താ ഞാൻ ഇരിക്കുന്നത്. വീട്ടിൽ ബെഞ്ചും ഡെസ്കും ഒന്നും ഇല്ലയോ? ഗുളിയുടെ പുറത്ത് കയറി ഇരിക്കുന്ന പിന്നെ എന്തിനാ? എടാ 85 വയസ്സായി, ഞാൻ ജീവിക്കുന്ന ഗുളികപ്പുറത്താന്നാ പറഞ്ഞത്. ഞാൻ പറയാമെന്ന കാര്യം എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭാര്യയെ കുറിച്ചാണ്. പറഞ്ഞോ. എന്റെ മകൻ ഇവക്കൊരു ഫോൺ മേടിച്ചു കൊടുത്തേക്കുവാ. അതാണോ പ്രശ്നം? എന്നാ അമ്മാവനോട് ഒരെണ്ണം വാങ്ങിച്ചു തരാൻ പറ, പ്രശ്നം അങ്ങ് തീരട്ടെ. എനിക്ക് ഫോണൊന്നും കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം മാറത്തില്ല. പിന്നെ ഇവക്ക് മേടിച്ചു കൊടുത്ത ഫോൺ കാരണം മനുഷ്യന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. അതെന്തോ? ഇപ്പൊ ഇവള് പറയുന്നത് ഈ ഫോണിനകത്ത് അവക്ക് ഒരു ഈശോ ഗ്രാമം എന്തോ ഉണ്ടെന്നാ പറയുന്നത്. ഈശോഗ്രാമോ അല്ല, ഇൻസ്റ്റാഗ്രാം. എന്ത് പുല്ലാണെങ്കിലും ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ എന്താ ഭക്ഷണം കിട്ടത്തില്ലയോ? ഇപ്പോഴും ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ എന്തോ അമ്മാവ, ഈ പ്രായമായ സമയത്ത് 3 നേരം ഭക്ഷണം കിട്ടുന്നതന്നെ വലിയ കാര്യമില്ലയോ? എനിക്ക് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെന്തുവാ? പക്ഷെ ഭയങ്കര പ്രശ്നത്തിലാതേ ഉള്ളൂ. എന്തോ പ്രശ്നം? ഈ ഫോൺ കിട്ടിയതിന് ശേഷം ഇവള് വീട്ടിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുവാന്ന് ആഹാരമായിട്ട്. എന്തുവാന്നറിയാമോ? ഇല്ല. മത്തിക്കറിക്കകത്ത് തേൻ ഒഴിക്കുക. അയ്യേ, ഇതൊക്കെ തിന്നാൻ പറ്റുമോ? ഇല്ല. പോരാഞ്ഞിട്ട് ഇന്നലെ കാന്താരി മുളക് അരച്ച് ലഡുവാന്നും പറഞ്ഞ് എനിക്ക് തന്നേക്കുന്നു. ചൂപ്പാട് കയറി കാണും. സത്യം പറഞ്ഞ അത് കഴിച്ചപ്പോ കണ്ണൂര് മുതൽ കോതമംഗലം വരെ എരിഞ്ഞ്. അത്ര അങ്ങനെ ഞാൻ ഇപ്പൊ പാടുപെട്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് ബാക്കി പറയാമോ? ബാക്കി എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ സഹിച്ചടാ കൊച്ചേ. ഇന്നലെ ആയപ്പം മുട്ടുസൂചി എടുത്തിട്ട് സേമിയ പായസം ആണെന്നും പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുവാ. ഞാൻ പറഞ്ഞത് ഞാൻ കുടിക്കത്തില്ല, എനിക്ക് നാളത്തെ സൂര്യോദയം കാണണം. ഇപ്പോൾ എന്താ ചെയ്തെന്നറിയാവോ? ഇല്ല. എന്റെ കൊരവള്ളിക്ക് കുത്തിപ്പിടിച്ച് എന്റെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു തന്നതാ കൊച്ചേ. എന്തോ അക്രമമാവോ ഇവര് കാണിക്കുന്നത്? അപ്പോഴല്ല അക്രമം നടന്നത്. പിന്നെ ഇതും കുടിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പോയി. അവിടെ നടന്നത് ആയിരുന്നു അക്രമം. സത്യം പറഞ്ഞ ആകാശദൂത് സിനിമ കണ്ടിട്ട് പോലും ഞാൻ കളഞ്ഞിട്ടില്ല. അമ്മാവാ, ഈ കേസ് ഞാൻ കേട്ടിടത്തോളം ഭയങ്കര വിഷയമുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കേസായത്. അപൂർവങ്ങളിൽ മഹാരാജ്യത്ത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പൊ എനിക്ക് എന്റെ നിയമപുസ്തകത്തിൽ നോക്കണം, ഇതിന് വല്ല വിധി ഉണ്ടോ എന്ന് അറിയണോ? നോക്കട്ടെ, എങ്ങനെയെങ്കിലും ഇതിനൊരു വിധി ഉണ്ടാക്കി തരണം. പിന്നെ ഞാൻ റെഡിയാക്കി തരാം. എവിടെ എഴുതി വെച്ചേക്കുന്നേ? കൊള്ളാം സംഭവം. പേര് യമുന ഇലാവുള്ള രാത്രിയിൽ മഴയത്ത് നനഞ്ഞു കുളിച്ച് ഈറനോടെ വശ്യയായി ഭദ്രന്റെ മുറിയിലേക്ക് കയറി ചെന്നു. നിയമപുസ്തകമാണെന്ന് പറഞ്ഞിട്ട് ഇവൻ കൊച്ചു പുസ്തകമാണല്ലോ ഇവിടെ വായിക്കുന്ന മുഴുവൻ. ആവശ്യമില്ലാത്ത ഒരു സാധനത്തെ പോയി തുടരുത്. നിങ്ങൾക്ക് ഡൈവോഴ്സ് വേണോ? ഡൈവോഴ്സ് വേണം. വേണോ? വേണം. ഈ മേശപ്പത്തിരിക്കുന്ന ഒരു സാധനത്തെ തുടരുത്. മിണ്ടാതെ അവിടെ പോയിരുന്നു. പോയിരുന്നോളാം. ഞാൻ ഇപ്പൊ തരാം. ഹലോ
ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇന്ന് തന്നെ നമുക്ക് ഡൈവോഴ്സ് കിട്ടും. നമ്മൾ വക്കീലിന്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ആരാണ് ഒരു കമന്റ് ഇട്ടേക്കുന്നത്? അമ്മച്ചി ഒരു 100 രൂപ തരാവോ അരി മേടിക്കാനാണ്. എടാ നീ അടുക്കള ചെന്ന് കലത്തിനകത്ത് നോക്കടാ, ഒരു അരി ഉണ്ടോ എന്ന് നോക്കിയാടാ. നീ അരിയുണ്ടോ നീ നോക്കിയേ. നിനക്ക് കൈയുണ്ടോ, വിരലുകളുണ്ടോ? ഇവിടെ പോയി കഞ്ഞി വെച്ച് കുടിക്കടാ. അവിടെ 100 രൂപ കൊടുക്കാം, ഞാൻ തരത്തില്ല. ഞാൻ ഇതാരാടാ? വേറൊരു കമന്റ്, പ്രഭാകരൻ ഡൈവോഴ്സ് കിട്ടിയാ അറിയിക്കണേ. അറിയിക്കാം. വാട്സാപ്പ് നമ്പർ ഇട്ടാ മതി കേട്ടോ. ഒരു ഹായ് ഇട്ട്. എങ്ങനെ ഇരിക്കുന്നു വക്കീലെ? ഈ പ്രഭാകരൻ എന്ന് പറഞ്ഞവനെ എനിക്കറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ തനിക്ക് വിശ്വാസമായോടോ? ഞാൻ കാണാറുണ്ട വക്കീലിനെ വന്ന് കാണാൻ തന്നോട് ആര് പറഞ്ഞോ? നിന്റെ വക്കീലാന്ന് ഇവന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചോടി. തന്നോട് ആരാണ്ട് പറഞ്ഞു എന്റെ വക്കീലിനെ കാണാൻ വരാൻ? തന്നോട് ആരാ പറഞ്ഞത്? ഇത് എന്റെ വക്കീലായി. ഒരു കാര്യം പറയാം, എന്നെ ഇട്ട് പന്ത് കെട്ടി കളിക്കാൻ ഞാൻ പന്തല്ല, വക്കീല. മനസ്സിലായോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വക്കീലിനോട്. എനിക്ക് ആദ്യം കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് വക്കീലിനോട്. വേറൊന്നുമല്ല, ഞങ്ങൾ തമ്മിൽ മര്യാദക്ക് ജീവിച്ചോണ്ടിരുന്നവരാ. ഒരു പട്ടിയാ ഞങ്ങളുടെ ഇടയിൽ വില്ലനായിട്ട് വന്നേക്കും. പട്ടി വന്നു കയറിയാ കല്ലോ കട്ടയെടുത്തെറിഞ്ഞ് ഓടിക്കണ്ടായോ മാവാ? ഈ പട്ടി ഓടത്തില്ലടാ കൊച്ചേ, ഇത് ഫോണിനകത്തിരിക്കുന്ന പട്ടിയാ. ഫോണിനകത്തിലാണോ അമ്മച്ചി പട്ടിയെ വളർത്തുന്നത്? കൂട്ടിലിട്ടല്ലയോ? എന്റെ കുഞ്ഞെ, ഇത് നെറ്റിനകത്തൊരു പട്ടിയാ. ഇത് കിടന്ന് ഡാൻസ് കളിക്കും. അതുപോലെ തന്നെ കളിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതാ പ്രശ്നത്തിന്റെ തുടക്കം. ആ പട്ടി കളിക്കുന്ന പോലെ എന്നെ ഡാൻസ് കളിപ്പിക്കണം. പട്ടിയുടെ കോസ്റ്റ്യൂമും തയ്ച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയാ മാവാ അത്? അതാ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കളിച്ചാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളായിരുന്നു അമ്മാവാ? തീരും. ആര് തീരും? ഞാൻ തീരും. എടോ, കഴിഞ്ഞ ആഴ്ച ഞാൻ ആഞ്ഞൊന്ന് ചുമച്ചപ്പോ വാരിയലിന്റെ ഒരു പീസാണ് വായി കഴിഞ്ഞ് തെറിച്ച് വെളിയിൽ പോയത്. അയ്യോ, എന്നിട്ട് വാരിയൽ എന്ത്? അതിപ്പോ അതിരുകല്ല. ആ വാരിയെല്ലാം കൊണ്ട് അങ്ങനെങ്കിലും ഒരു ഗുണം ഉണ്ടായല്ലോ. എന്റെ വാരിയല്ലേ പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അധികമാ ആശപ്പെടുற ആമ്പിളയും അധികമാ കോപപ്പെടുற പൊമ്പളയും നല്ല വാരുന്ന ചരിത്രമേ കടയാത്. അങ്ങനെയാണ് എന്റെ ഉണ്ട് വേറൊരു സാധനം. വയസ്സാനാലും എന്നഴകും എൻ സ്റ്റൈലും എന്നെ വിട്ടുപോകല് കൂടവേ പിറന്നത്. കുഞ്ഞെ, ഇതൊക്കെയാണ് വിഷയം. എന്തിനാ കൂടുതൽ വിഷയം? ഇത് തന്നെ മതിയല്ലോ. അയ്യോ മോനെ, അമ്മച്ചക്ക് മാസം ഇച്ചിരി പൈസ കെട്ടിക്കൊണ്ടിരുന്നതാ. ഞാൻ അത് ഇല്ലാതാക്കി. പെൻഷൻ മുടക്കിയോ അമ്മച്ചിയുടെ? പെൻഷനോ? എന്റെ പട്ടിക്ക് വേണം. പെൻഷന്റെ കാര്യമല്ലടാ പറഞ്ഞേ. എടാ, എനിക്ക് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഡോളറൊക്കെ കിട്ടുമായിരുന്നു. അമ്മച്ചിക്ക് ഇതൊക്കെ കിട്ടുമായിരുന്നു? ഇഷ്ടം പോലെ കാശല്ലേ കിട്ടിക്കോ. എന്റെ പൊന്നു നമ്പരാണ്, ഞാൻ ഇത് തുടങ്ങിയിട്ട് കുറെ കാലം എനിക്ക് 10 പൈസ കിട്ടുന്നില്ല അമ്മച്ചി. ഞാൻ ഇന്നലെ ഒരു ഫോട്ടോ ഇട്ടതാ. ഇതെന്താ അങ്ങോട്ട് കേറാത്തേ? ചുമ്മാതല്ലടാ, നിനക്ക് റീച്ചില്ല. അതുകൊണ്ട് അതിന്റെ കുഴപ്പം. അപ്പൊ പിന്നെ എന്തോ ചെയ്യണം? അത് നീ ഫോട്ടോ ഇട്ട് ഒരു കാര്യം ചെയ്യും. നമുക്ക് 2 പേർക്ക് ഡാൻസ് കളിച്ചിട്ടാ, അപ്പൊ നല്ല റീച്ച് കിട്ടും. നോക്കാം. അങ്ങനെ ചെയ്യാം. ശാന്താദേവി പയ്യ മന്ദ. ഞാൻ പറഞ്ഞോ ഈ സാധനത്തെ തുടരുതെന്ന് പറഞ്ഞോ? ഞങ്ങളിവിടെ ഒരു പ്രശ്നം തീർത്തോണ്ടിരിക്കുമല്ലോ. എന്തോടത്തോണ്ടിരിക്കോ? മിണ്ടാതെ വിടുന്നോളാം. കുഞ്ഞെ ഇങ്ങോട്ട് വാ. നീ ആ ഫോണിങ്ങോട്ട് നമുക്ക് വീഡിയോ എടുത്ത് ഡാൻസ് കളിക്കാം. അന്നേരം അങ്ങ് ശരിയാവുക, നിനക്ക് റീച്ച് കിട്ടും. ഞാനെടുത്ത മടി പോലെ നിൽക്കുമ്പോ വക്കീലുമായിട്ട് നിനക്ക് ഡാൻസ് കളിക്കണം അല്ലേ? എന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പം? എടാ, ഇവള് ചെയ്ത കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ട്. പറയാമാവാ. സംഭവം എന്താണെന്നറിയാമോ? ഇല്ല. മര്യാദക്ക് ഞാൻ ജീവിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇവക്ക് 85-ാമത്തെ വയസ്സ്. എന്നെ സംശയപ്പെടാ. അത് ആരുമായിട്ടാന്നറിയാമോ? ഞങ്ങളുടെ തെക്കയിലെ മീനാക്ഷിയുമായിട്ട്. തെക്കയിലെ മീനാക്ഷി അയൽവക്കക്കാരുമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നതിന് എന്താ അമ്മച്ചി? അയൽവക്കക്കാരാകുമ്പോ നമ്മൾ പോയിരിക്കത്തില്ലേ? പറഞ്ഞിരിക്കും. ഞാൻ ഈ മീനാക്ഷിയുടെ വീട്ടിൽ പോകും. പോയി ഈ മീനാക്ഷിയുമായിട്ട് കുറച്ചു നേരം സൊറയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോ മീനാക്ഷി പറയും വൈകുന്നേരം ആകുമ്പോ ഒരു പാലും കുറച്ച് പഴമൊക്കെ മേടിച്ചോണ്ട് വരണേന്ന് പറയും. ഇത് ഞാൻ അങ്ങ് സ്ഥിരവാക്കി. അതിന് ഇവൾ എന്നെ ആ മീനാക്ഷിയും കൂടെ ചേർത്ത് ആ പഞ്ചായത്ത് മുഴുവൻ എന്തോ വൃത്തികേടാ പറഞ്ഞു കിടന്നതെന്ന് അറിയാവോ? മീനാക്ഷി എന്തിയാ? കൂട്ടിനകത്ത് കിടപ്പുണ്ട്. മീനാക്ഷി കൂട്ടിനകത്ത് കിടക്കുന്നു. പിന്നെ തത്ത കൂട്ടിനകത്തല്ലാതെ ഫ്ലാറ്റിനകത്താണ് അവിടെ താമസിക്കുന്നത്. അല്ലാതെ ഞാൻ ഒരുപാട് പ്രശ്നം ഉണ്ടെന്ന്. എന്താ പ്രശ്നം? എനിക്ക് $1 മില്യൺ അടിക്കേണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ നശിപ്പിച്ചു. അതാണ് അതിനേക്കാൾ ഏറ്റവും വലിയ വിഷയം. എന്തുവാ അമ്മാവാ ഇത്? നിനക്കൊരു കാര്യം അറിയാവാ? എന്റെ മൂത്ത മകൻ അമേരിക്കയിൽ നിന്ന് എനിക്കൊരു പട്ടിയെ കൊണ്ട് തന്നായിരുന്നു. പിന്നെ പട്ടിയാ. ഈ പട്ടിയുടെ ഒരു കൊര 90 കിലോ വെയിറ്റാ. ഇവൾ ആ പട്ടിയെ വിളിച്ചാൽ തരുന്ന റോക്കി ബായി. എന്നിട്ട് ഇവൾ എന്താ ചെയ്തതെന്നറിയാമോ? ആ പട്ടിക്ക്
ഫെവിക്കോൾ കൊണ്ട് നെയ്ച്ചോറുണ്ടാക്കി കൊടുത്തേക്ക്. അമ്മച്ചി ഇതൊക്കെ എന്നിട്ട് എന്തുവായി അമ്മ? റോക്കി ബായി എന്ന് പറഞ്ഞിരുന്ന പട്ടി ഇപ്പൊ വടിവേലുന്റെ മാനരസം കാണിച്ചോണ്ട് നടക്കുക. എന്തുവാ അതെങ്ങനെ അങ്ങനെ? അണ്ണാ കൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പട്ടിക്കും ഇതേ വരത്തുള്ളൂ. ഇല്ലേ ഇത്രയും കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യും, ഇനി ഒരു ലഡു തിന്നിട്ട് നമുക്ക് സംസാരിക്കാം. ലഡു വന്നാ മതി. ഉണക്ക മീനും കൊണ്ട് ഉണ്ടാക്കിയ ലഡുവാ, തിന്നോ. ഉണക്ക മീനും കൊണ്ട് ഉണ്ടാക്കിയ ലഡുവാണ്ട്. അമ്മാവ ഉണക്കമീനും കൊണ്ട് ലഡു ഉണ്ടാക്കിയിട്ട് എന്നോട് തിന്നാൻ പറയുന്നു. ഇത് ഇത്ര നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്നത് എന്തുവാ? വെടിമരുന്ന് കൊണ്ട് പുട്ടുണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോ ഇറങ്ങി ഓടിയതാണ് ഞാൻ വീട്ടിൽ. എന്റെ പൊന്നമ്മച്ചി കത്തിക്കുമോ അമ്മച്ചി ഇവിടെ? അത് മാത്രമല്ല, ഇവള് ചെയ്തിട്ടുള്ള പല പരിപാടിയുണ്ട്. എന്തുവാ? പാവം പിടിച്ച എന്റെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ ഒരു സമൂസ മേടിച്ചപ്പോ കൊണ്ട് കൊടുത്തു. ഇവളെന്താ ചെയ്തെന്നറിയാം? ആ സമൂസ തിരുത്ത അതിന്റെ മസാലയൊക്കെ എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അതിനകത്ത് കരിമരുന്ന് നിറച്ച് അച്ഛന് തിന്നാൻ കൊടുത്തു. അച്ഛൻ വന്നിട്ട് സാറ്റലൈറ്റ് കിട്ടാത്ത പ്രൊഡ്യൂസറെ പോലെ ആകാശത്ത് നിന്ന് കറങ്ങുന്ന കണ്ടടാ കൊച്ചേ. അമ്മച്ചി ഇതെന്തോ നാശമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ പറയട്ടെ, ഇതൊന്നും അല്ല പ്രശ്നം. എനിക്ക് ദേഷ്യം വരാൻ വേറെ കാര്യമുണ്ട്. എടാ മോനെ, എന്നെ കല്യാണം കഴിച്ചോട്ട് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന സമയത്തുണ്ടല്ലോ, പറയട്ടെ വിഷമമുണ്ടോ? അത്ര ആനമായ കാര്യം ഞാൻ കൊണ്ടുവന്നപ്പോ വേറെ തള്ള എന്തോ എന്നോട് പറഞ്ഞതറിയാവോ? നിന്നോട് എന്തോ പറഞ്ഞടി? നിന്നോട് എന്ത് പറഞ്ഞടി? നിങ്ങൾ രണ്ടും കൂടി ഇവിടെ കിടന്ന് അടിയുണ്ടായി ചത്തു കഴിഞ്ഞാൽ ഞാൻ വേണം സമാധാനം പറയും, അറിയാമോ? അത് മാത്രം അന്ന് അമ്മച്ചിയോട് അവരുടെ അമ്മ എന്തുവാ അമ്മമ്മയോട് പറഞ്ഞത്? അവളോട് പോയി ചോദിക്ക്. അമ്മ എന്തുവാ അമ്മച്ചി പറഞ്ഞേ? അമ്മ എന്ന് എന്തുവാ പറഞ്ഞേ? 40-40 വർഷം മുമ്പുള്ള കാലം ഞാനങ്ങനെ ഓർത്തിരിക്കും. അഹങ്കാരി. നിനക്കൊരു കാര്യം അറിയാമോ? തോരൻ വെക്കാൻ എനിക്കൊരു മയിലിനെ വേണമെന്ന്. മയിലിനെ പീലി വെച്ചിട്ട് തോരൻ വെക്കണം, പരീക്ഷ വീഡിയോ ഇടാൻ വേണ്ടി. അത് ഇതാരും സമ്മതിച്ചില്ല. എന്തൊരു എങ്ങനുണ്ട്? ഒരു വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഒരു മയില് വരുമായിരുന്നു, ഒരു പാവം മയില്. വെളി പറയാൻ അതിന്റെ പീലി പിച്ചി കൊടുക്കും, തോരൻ വെക്കാനാ പുതിയ പരീക്ഷണം. ഞാൻ എന്താ ചെയ്തെന്നറിയാമോ? പാവം മയിലല്ലേ, ഞാൻ പയ്യെ ചെന്ന് അതിനെ വേദനിപ്പിക്കാതെ അതിന്റെ പീലി ഓരോന്ന് അരിഞ്ഞരിഞ്ഞെടുത്ത് ഇവ കൊണ്ട് കൊടുത്തു. പിറ്റേസായപ്പോ ഒരു ലോഡ് മയില് വീട്ടി. ഞാൻ മയിലിന്റെ ബ്യൂട്ടി പാർലർ തുടങ്ങിയെന്നും പറഞ്ഞു. എന്റെ പൊന്ന്, ഇതന്നെയാണോ വിഷയം? ഇതാ നിസാര കാര്യമല്ലേ ഉള്ളൂ. അമ്മച്ചി, ഇന്ന് നിങ്ങളുടെ പ്രശ്നത്തിന് ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കണം. താത്ത എനിക്കൊരു കോള് വരുന്നുണ്ട്, അതൊന്ന് എടുത്ത് ഞാൻ സംസാരിച്ചോട്ടെ. കണ്ട ആരാന്നറിയാ? എന്നെ കാണാതിരിക്കുന്നോട്ട് വിളിക്കുക, പ്രണയിനിയാ. ഹലോ മോളെ. മോളല്ല മോനാ. ഹലോ, നീ ആരാടാ ഈ ഫോണിലേക്ക് എപ്പോഴും വിളിക്കുന്നത്? അത് സാറേ നമ്പർ മാറിപ്പോയതാ. നമ്പർ മാറിയാണോടാ എന്റെ ഭാര്യയുടെ ഫോണിലേക്ക് 25 പ്രാവശ്യം ഒരു ദിവസം വിളിക്കുന്നത്? സാറേ ഇനി ആവർത്തിക്കത്തില്ല. ഇനി ആവർത്തിക്കണേ, ഞാൻ നിന്റെ അടുത്തേക്ക് വരിക. ഇന്ന് നിന്റെ വിധിയാ കേട്ടാ. അമ്മാവാ, എനിക്കൊരു വേറൊരു വിധിയുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രശ്നമൊക്കെ ശരിയായ സ്ഥിതിക്ക് നിങ്ങൾ പൊക്കോ. ആരായി വിളിച്ചത്? അത് ഞാൻ മുമ്പേ പറഞ്ഞില്ലയോ, പ്രണയിനിയാന്ന്. അവിടെ കെട്ടിയവരാ വിളിച്ചത്. എന്റെ പൊന്നു വക്കീല് പറഞ്ഞതും കേട്ടതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഈ സ്നേഹവും പ്രണയവും ഒക്കെ സ്വന്തം കുടുംബത്തിനോടും കുടുംബത്തിലുള്ള മക്കളോടും ഭാര്യയോടും ഒക്കെ കാണിക്കേണ്ടത്. അല്ലാതെ വല്ലവന്റെ ഭാര്യയെ കയറി പ്രണയം കാണിച്ചോണ്ടല്ലോ ഇതുപോലെ ഇരിക്കും. വല്ലടി കാർത്തി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ചേട്ടാ. ഇതാ അമ്മാവ വിധി, വിളിച്ചു വരുത്തിയ വിധി. എന്നാ ഞങ്ങൾ ഇന്ന് പോണില്ല. എന്താന്ന് ചോദിക്ക്. എന്താ? നിന്റെ വിധി ഒന്ന് കാണണം. നല്ല ഉഷാറൊരു കൈഡിയാവാം. നല്ലൊരു അപ്പാപ്പനും നല്ലൊരു അമ്മാമ്മയും നല്ലൊരു വക്കീലും. നസീർക്ക, അത് തന്നെയാ സത്യം. നല്ലൊരു അപ്പാപ്പനും നല്ലൊരു അമ്മാമ്മയും നല്ലൊരു വക്കീലും. നന്നായിട്ടുണ്ട് കേട്ടോ. അതിൽ എടുത്തു പറയേണ്ടത് ആ ലാസ്റ്റത്തെ ആ ഒരു പോർഷനാണ്, നിങ്ങൾ തമ്മിലുള്ള വഴക്കിൻ്റെ ആ പോർഷനാണ്. അതിന് മുമ്പുള്ളത് കാര്യങ്ങളുണ്ട്, ആ കാര്യത്തിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം തമാശകളും വിട്ടുപോയി. പക്ഷേ ഈ ഒരു ഏരിയ വന്നപ്പോൾ അതൊരു 5 മിനിറ്റ് 3 മിനിറ്റ് അല്ല, ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് അത് തന്നെയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന പാവം വക്കീലിൻ്റെ അവസ്ഥ, ആ മേത്ത് കയറി ഇരിക്കുന്നില്ലേ, അത് അവിടെ നിന്ന് തള്ളി ഇപ്പുറം വക്കീലിൻ്റെ മേത്തേക്ക് വരുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷ. കാര്യം അത് ഭയങ്കര രസമായിരുന്നു. അവിടെ നിന്ന് കണ്ടെടുക്കാൻ തോന്നിയില്ല, അത്ര രീതിയിലാണ് നിങ്ങൾ ആ വഴക്കിനെ ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ നല്ല കുഴപ്പമില്ലാത്തൊരു ചെറിയ കഥയും
എല്ലാം കൊണ്ട് വളരെ മനോഹരമായിട്ട് നിങ്ങൾ വലിയ കുഴപ്പമില്ലാത്തതിൽ നിങ്ങളുടെ ഇതിന് മുമ്പുള്ളതിൻ്റെ അത്ര എത്തിയില്ലെങ്കിൽ പോലും ബോറടിപ്പിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നന്നായിട്ടുണ്ട്, 3 പേരും ഗംഭീരമായിട്ടുണ്ട്. ആ അമ്മ വേഷം നല്ല പോണ നീ അത് തീരുന്നിടം വരെയും ചെയ്തു. നടപ്പാണ് ആ നടപ്പ്. അതേപോലെ തന്നെ രാജിമോനും ആ അച്ചായൻ്റെ ആ വേഷത്തിൽ വന്നിട്ട് ആ തുടക്കം വന്നേ അതേ രീതിയിൽ തന്നെ തീരുന്നിടം വരെയും നിന്നു. എല്ലാം കൂടെ നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ടിനി ചേട്ടാ. മല്ലശ്ശേരി പറന്ന് കളിക്കുകയാണ്. കാരണം വള്ളാങ്കാക്ക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ഇങ്ങനെ പറക്കും, അതിങ്ങനെ ഇവിടുന്ന് വന്ന് ഒച്ചുണ്ടാക്കും, അവിടെ പോയിട്ട് ഇത് കഴിക്കും. അതുപോലെ പറന്ന് കളിക്കുകയായിരുന്നു. പഴയ മല്ലശ്ശേരിയേ അല്ല. കാരണം വളരെ അതായത് ശാരീരികമായിട്ടും നാവ് കൊണ്ടും ഒക്കെ വഴങ്ങി എന്നുള്ളതാണ്. പിന്നെ രാജിമോനെ, അതുപോലെ പെണ്ണുകാര, നിങ്ങൾ എന്ത് കുറവ് കോമഡി കാണിച്ചാൽ ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഞെട്ടിപ്പോയി. അതായത് രാജിമോനെ കാണാനില്ല ഇതിൻ്റെ അത്. ഇങ്ങനൊരാളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു മിമിക്കിങ്ങോ മോക്കിങ്ങോ അല്ല തോന്നുന്നത്. അതുപോലെ പെണ്ണുകാരെയും അത് തന്നെ, അതും നിങ്ങൾക്ക് അവകാശപ്പെടാവുന്ന നിങ്ങളുടേതായ മോഡുലേഷനാണ്. അതായത് ലാസ്റ്റ് ആ ഫൈറ്റ് ചെയ്തില്ലേ, അപ്പൊ അത് എന്നെ കൊല്ലുന്നു അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്, വേറെ ഒരു സ്ഥലത്തുനിന്നും അഡാപ്റ്റ് ചെയ്തേക്കണല്ല അല്ലേ? അതൊന്ന് പറഞ്ഞതെന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ആ തല്ലുപിടുത്തം കാണാൻ. എന്നിട്ട് അത് ഒറ്റ പ്രാവശ്യം ചെയ്തുള്ളൂ, റിപ്പീറ്റ് ചെയ്ത് കാണാൻ കൊതിച്ചു ആ തല്ലുപിടുത്തം. അതിന് ടിവിയിൽ കാണാം, മതിയല്ലേ? വെറുതെ തമ്മിൽ ഇനി ഇടി ഉണ്ടാക്കണ്ട. മല്ലശ്ശേരിനാണ് എടുത്ത് എറിയണം അതിൻ്റെ ഇടയിൽ നിന്ന്. അത് റിപ്പീറ്റ് വാച്ച് കിട്ടുന്ന ഒരു സംഭവമായിരിക്കും കേട്ടോ. ആ ഉറപ്പായിട്ട് നോക്കിക്കോ ആ തല്ലുപിടുത്തം. അപ്പോൾ ഓൾ ടുഗദർ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കോമഡി കുറഞ്ഞാലും നിങ്ങളെ ക്യാരക്ടറിൻ്റെ ആ ബിൽട്ടപ്പിൽ അത് നമ്മൾ കേട്ടിരിക്കും. കാരണം ക്യാരക്ടേഴ്സ് അതുപോലെ തിലകൻ ചേട്ടനൊക്കെ വന്നിട്ട് വേണു ചേട്ടനൊക്കെ വന്നു കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് നിങ്ങൾ ഈ മിമിക്രി വെറും ഒരു കോമഡി സ്കിറ്റിൽ ഈ ക്യാരക്ടേഴ്സ് വലിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. മണിക്കുട്ടാ, ക്യാരക്ടറൈസേഷൻ്റെ മികവ് കൊണ്ട് ഒരു ചിരി മോഡായിരുന്നു മൊത്തത്തിൽ. 3 പേര് ഗംഭീരമായിട്ട് ചെയ്തു. എനിക്ക് എടുത്തു പറയേണ്ടത് പെണ്ണുക്കര നിങ്ങളുടെ ആയിരുന്നു കേട്ടോ. നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന എവിടെ കണ്ടു അമ്മൂമ്മമാരും അമ്മച്ചിമാരൊക്കെ ഇല്ലേ, നമ്മളിൽ ഒരാളായിട്ട് നമ്മൾ ഫീൽ ചെയ്തു. അത് ആ അപ്പിയറൻസ് കൊണ്ട് മാത്രമല്ല. അല്ല, ഇപ്പോഴേ ഈ സൈസ് അമ്മച്ചിമാരില്ല. പണ്ട് ഇഷ്ടം പോലെ ആയിരുന്നു, ഇപ്പൊ ഇല്ല. പക്ഷേ എനിക്കെന്തറിയാമോ, നിങ്ങൾ ഗംഭീരമായിട്ട് അത് നിങ്ങളുടെ ഈ നമ്മുടെ വിരലുകൾ വരെ അഭിനയിക്കുമെന്ന് പറയില്ലേ, നമുക്ക് ആ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കി കഴിയുമ്പോൾ ആ ക്യാരക്ടറായി മാറില്ലേ. അത് ഫ്രം ദ ബിഗിനിങ് അതിങ്ങോട്ട് വന്നിട്ട്, കാരണം ഇവിടെ വന്നിട്ട് രാജ്മോഹൻ ഭായ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നെ യൂട്യൂബ് നോക്കിയിട്ട് കാന്താരി മുളക് വെച്ച് ഉണ്ട ഉണ്ടാക്കി തരുന്നുണ്ട്, മറ്റേ പടക്കം വെച്ചാൽ. അപ്പോൾ ഈ ക്യാരക്ടർ പിന്നെ വരുമ്പോൾ എന്താണെന്നുള്ളത്, ആ ക്യാരക്ടറിൻ്റെ എൻട്രി തന്നെ ഈ ഹൈപ്പ് കൊടുത്തില്ലേ, അതിനോട് 100% ആത്മാർത്ഥത പെണ്ണുക്കർ നിങ്ങൾ പുലർത്തി. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. പിന്നെ സ്കിറ്റ് കുറച്ചും കൂടെ നമ്മൾ ഈ പറയുന്ന പോലെ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് കുറച്ചും കൂടെ എവിടെയെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നിടത്ത് ആഡ് ചെയ്യുക. കാരണം ഈ ക്യാരക്ടറൈസേഷൻ ഇതുപോലെ തന്നെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് കുറച്ചും കൂടെ വരണം. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. അതുപോലെ തന്നെ ഈ ഇൻസ്റ്റയിലും ഇതിൽ വരുന്ന ഇപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ്. എന്ത് നമ്മൾ വാട്സപ്പിൽ നോക്കിയിട്ടാണല്ലോ അല്ലേ തീരുമാനിക്കുന്നത്. ഞാനത് പറയായിരുന്നു, ഞാൻ പറയാനിരുന്നത് നേരത്തെ ടിനിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുമായിരുന്നു. ഞാൻ ഇദ്ദേഹമൊക്കെ ഒത്തിരി നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇത് എനിക്ക് ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു ദിവസം ഒരു 10-20 പേരുമായിട്ട് സംസാരിക്കുന്നതാണ്, പ്രത്യേകിച്ച് ഈ ഫാമിലി മാറ്റേഴ്സ് ഒക്കെ എന്ന് പറയും. ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വരവില്ലേ, ഇപ്പോൾ ഈ പ്രായമുള്ള ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ചില പെൺകുട്ടികളുടെ പടം ഇട്ടിട്ട് ഞാൻ ഒറ്റയ്ക്കാണ്, വളരെ വിഷമിച്ചിരിക്കുകയാണ്, ഭർത്താവ് മരിച്ചുപോയി, താഴെ കമന്റ് കയറി വായിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് കുറെ ആളുകൾ വിഷമിക്കാതിരിക്കുമോ കുട്ടി ഗുരുവേ. ഞാൻ വിചാരിച്ച് സംക്രാന്തി ഞാനും മാത്രമേ ഉള്ളൂ. സംക്രാന്തിയിലേക്ക് പോയത് ആരെങ്കിലും കൂട്ടുകെട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു. കൂട്ടുപ്രതി വേണം. എന്തോ മോട്ടിവേഷൻ അതറിയാമോ കുട്ടി, ഒരിക്കലും വിഷമിക്കരുത് കുട്ടി, ഇത് ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, സ്വാഭാവിക. എനിക്ക് വളരെ അറിയാവുന്ന പ്രായമുള്ള ചില ആളുകളൊക്കെ വളരെ സീരിയസ് ആയിട്ടൊക്കെ ഉപദേശിക്കുകയാണ്. എന്തോ ഒരു ഉപദേശം. അപ്പം ഞാൻ പറഞ്ഞത്, ഒന്ന് ഇവർ പറഞ്ഞതിൽ ശരിക്കും ഈ ഫാമിലികൾക്ക് റിയാലിറ്റിയിൽ എടുക്കാൻ കഴിയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടി ഈ കുടുംബജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. 2 ഈ കുടുംബജീവിതങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കാൻ ഇടയ്ക്ക് നിന്ന് ശ്രമിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു തിരിച്ചടി. അങ്ങനെ 2 ഗുണപാഠങ്ങൾ എനിക്ക് ഇതിൽ കാണാൻ തോന്നി. പിന്നെ എൻ്റെ വൈഫും അഡ്വക്കേറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പലരും വിളിച്ച് സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. ഇങ്ങനെ ഫാമിലി ഇഷ്യൂസ് ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അതിനെ ഒത്തിരി അവരവരുടെ ഭാഗത്ത് അവരവർ ചെയ്യുന്നതാണ് ശരി എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒത്തിരി റിയലിസ്റ്റിക് ആയിരുന്നു. മാത്രമല്ല നിങ്ങളുടെ അഭിനയം ഭയങ്കരമായിട്ടോ, ഞാൻ അത് നേരിട്ട് നല്ല അനുഭവിച്ചറിഞ്ഞൊരു കാര്യം. താങ്ക് യു ഹരിച്ചേട്ടാ. അപ്പോൾ അപ്പാപ്പനും അമ്മാമ്മയ്ക്കുള്ള മാർഗ്ഗം ആരാ? ജനിച്ചേട്ടാ? ഞാനൊരു 15,000 രൂപ. ആ,
ഞാനൊരു 14,000 രൂപ. അപ്പോ 29,000 രൂപ ബാക്കി നസീർക്ക. ബാക്കി ഇതാ. ആ ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. നല്ല എമൗണ്ട് ആണ്. മാമച്ചി നീ വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഒത്തിരി നാളല്ലേ കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ കാര്യം നീ മറ്റേ പുള്ളി വരുമല്ലോ. ശരി. എന്നാ പിന്നെ വിട വാങ്ങിയാലോ? എന്നിട്ട് നാളെ ഇങ്ങ് വരാം. നാളെ അടുത്ത എപ്പിസോഡിൽ കാണാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതിന് നല്ല സ്കിറ്റുകളും കൗണ്ടറുകളും ചിലപ്പോൾ പഞ്ചുകളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.